വികാരിമാരെയും ഭക്തജനങ്ങളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പദയാത്രയുടെ ആദ്യത്തെ സ്വീകരണം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര്, കഴിഞ്ഞ 2 വർഷമായി നമുക്ക് ഒരുമിച്ച് കൂടി പരിശുദ്ധ സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് സാധ്യമല്ലായിരുന്നു. എന്നാൽ അളവറ്റ ദൈവത്തിന്റെ കൃപയാലും കരുണയാലും നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനകളാലും ഇന്ന് ഒരുമിച്ച് കൂടുവാനും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ ഭക്തിപൂർവമായിട്ട് സംബന്ധിക്കുവാനുമായിട്ട് ദൈവം നമുക്ക് നൽകിയതായ ആ വലിയ കരുണയോർത്ത് ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇപ്പോൾ തന്നെ റഞ്ചിലാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്നും അതുപോലെ തന്നെ മർദാളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്നും കടന്നു വന്നതായ 2 വികാരിമാരെയും പദയാത്രികരെയും ഹാർദവമായിട്ട് ഈ ഇടവകയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൃത്യം 6:15 തന്നെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്ക് സ്വീകരണവും 6:30 മണിക്ക് സന്ധ്യാ നമസ്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നിൽക്കുന്നതായ എല്ലാവരും നമ്മുടെ പ്രധാന കവാടത്തിൻ്റെ അവിടെ ചെന്ന് ലൈനായി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും തുടർന്ന് സന്ധ്യാ നമസ്കാരത്തിൽ പങ്കുകൊള്ളുവാനുമായിട്ട് ഏവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ರಂಜಲಾಡಿ ಸೆಂಟ್ ಥಾಮಸ್ ಆರ್ಥೋಡಾಕ್ಸ್ ಚರ್ಚ್ ಹಾಗೂ ಮರ್ದಾಳ ಸೆಂಟ್ ಮೇರೀಸ್ ಆರ್ಥೋಡಾಕ್ಸ್ ಚರ್ಚ್ನಿಂದ ಪದಯಾತ್ರೆಯಾಗಿ ಬಂದಂತಹ ಅಲ್ಲಿನ ವಿಕಾರರು, ಅದೇ ರೀತಿ ಭಕ್ತಜನರು, ಅವರೊಂದಿಗೆ ಸಹಕರಿಸಿದಂತಹ ಎಲ್ಲರನ್ನು ಹಾರ್ದವವಾಗಿ ಜಾರ್ಜಿಯನ್ ಪಿಲ್ಗ್ರಿಮ್ ಸೆಂಟರ್ ಜನಂಬಾಡಿ ಈಗ ಸ್ವಾಗತಿಸುತ್ತಾ ಇದೆ. 6 ಕಾಲಕ್ಕೆ ಸರಿಯಾಗಿ ನಮ್ಮ ಪ್ರಧಾನ ಕವಾಟದಿಂದ ಆರ್ಚಿನಲ್ಲಿಂದ ಚರ್ಚಿನವರೆಗೆ ಪುರೋಹಿತರಿಗೆ ಸ್ವಾಗತ. ಅದೇ ರೀತಿ 6:30 ಸಂಧ್ಯಾ ಪ್ರಾರ್ಥನೆ ಆರಂಭಗೊಳ್ಳಲಿದೆ. ಎಲ್ಲ ಭಕ್ತಜನರು ಅದಕ್ಕಾಗಿ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಯಪೂರ್ವಕವಾಗಿ ನಿಮ್ಮನ್ನು ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ.
എല്ലാ ഭക്താദികളും നമ്മുടെ പ്രധാന കവാടത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുവാനും 2 ലൈനായിട്ട് നിൽക്കുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവിടെ നിന്ന് പ്രൊസഷനായിട്ട് വൈദിക ശ്രേഷ്ഠരെ സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്നതും തുടർന്ന് സന്ധ്യാനമസ്കാരം നടക്കുന്നതുമായിരിക്കും.
ನೀವು ಇಲ್ಲಿ ಬನ್ನಿ ಅಂತ ತಲೆಯಲ್ಲಿ ಹಾಕ್ಬೋದು. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉടനെ തന്നെ ബഹുമാനപ്പെട്ട വൈദികരെ സ്വീകരിച്ചുകൊണ്ടുള്ളതായ പ്രൊസഷൻ ആരംഭിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ദയവ് ചെയ്ത് ലൈനായിട്ട് നമ്മുടെ ആർച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ലൈനായിട്ട് നിൽക്കണം എന്നുള്ളതായ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഭക്തജനങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് ബഹുമാനപ്പെട്ട വൈദികരെ സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് ആനയിക്കുന്നതിനുള്ളതായ പ്രദക്ഷിണം ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ദയവ് ചെയ്ത്
നമ്മുടെ കവാടത്തിന്റെ അവിടെ ലൈനായിട്ട് നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.
നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവാ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷമായിട്ട് മുടങ്ങിക്കിടന്നതായ നമ്മുടെ പെരുന്നാൾ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനകളാലും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആഘോഷിക്കുവാനായിട്ട് ദൈവം തന്നതായ ആ വലിയ സമയത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരുമിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മൊറാൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോണാട്ടച്ചനാണ്. സുറിയാനി ഭാഷാ പണ്ഡിതനൻ, ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനും ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയത്തിൻ്റെ മുൻ പ്രിൻസിപ്പലും മലങ്കര സഭയുടെ മുൻ വൈദിക ട്രസ്റ്റിയും സഭയുടെ PROയും വക്താവുമൊക്കെയായിട്ട് പ്രവർത്തിച്ചതായ മലങ്കര സഭയുടെ അരുമ സന്താനമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോണാട്ടച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിലും ഈ ഇടവകയുടെ നാമത്തിലും ഹാർദവമായിട്ട് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്കായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വന്നു ചേർന്നതായ എല്ലാ വൈദിക ശ്രേഷ്ഠരും, ബഹുമാനപ്പെട്ട VC മാണി കോർപ്പിസ്കോപ്പ അച്ഛൻ, GM സ്കറിയ റംബാച്ചൻ, VC ജോസച്ചൻ, ബ്രഹ്മവാർ ഭദ്രാസന സെക്രട്ടറിയും റഞ്ചലാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് B തോമസ് അച്ഛൻ,
സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവും കാസർഗോഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് മാത്യു അച്ഛൻ, നെല്ലിയാടി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് അച്ഛൻ, അരിപ്പുറോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛൻ, മർദാളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ജോൺ അച്ഛൻ, അതുപോലെ തന്നെ സമീപ ഇടവകകളിൽ നിന്നും വന്നിരിക്കുന്നതായ വൈദിക ശ്രേഷ്ഠര്, സന്യസ്തര്, എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവമായിട്ട് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്കായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. കടന്നു വന്നതായ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ഇന്നും നാളെയുമായിട്ട് നടക്കുന്നതായ ഈ പെരുന്നാൾ ശുശ്രൂഷകളിൽ ഭക്തിപുരസ്സരമായിട്ട് സംബന്ധിക്കാം. പരിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ദേശത്തിനും എന്നാളും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ ദേവാലയത്തിൻ്റെ സന്ധ്യാമണി അടിക്കുന്നതും അതിനുശേഷം സന്ധ്യാ നമസ്കാരം ആരംഭിക്കുന്നതും ആയിരിക്കും. നമസ്കാരം ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരു സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയുന്ന വസിയ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. എന്റെ സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവായ യേശുശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാനറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും സമയത്തും തമ്പുരാനോട് വീഴ്ചയുള്ളണമേ. ആമേൻ. Barakmor shubho labul broval ruho kadisho. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നുവന്നേക്ക് ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവം തമ്പുരാനെ, നിന്റെ നിമിത്തം കഷ്ടതകളും പീഡകളും സഹിച്ച് നിനക്ക് സ്നേഹിതനും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമായി തീർന്ന പരിശുദ്ധനും രക്തസാക്ഷിയുമായ വർഗീസ് സഹദായുടെ പെരുന്നാളിനെ ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവൻ്റെ സത്യവിശ്വാസത്തെ പിന്തുടർന്ന് സുഹൃത ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തിരുസന്നിധിയിൽ സത്യവിശ്വാസത്തിൽ ജീവിച്ച് ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം പുണ്യപ്രവൃത്തികൾ ചെയ്യുമാറാകണമേ. ദൈവമേ, പോലോട് കരുണയണമേ. നിന്റെ രണ്ട് പോത്തുവാന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ തിന്മ ഞാൻ ചെയ്തു. നന്നാല് വചനത്തിൽ നീ നീതീകരിക്കുന്ന ന്യായത്തോട് നീ ജയിക്കും ചെയ്യുവാനായിട്ട് തന്നെ ഞാൻ ഉത്ഭവിച്ചു. പാവൻ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്റെ ഞാൻ അറിയിച്ചു. നിന്റെ സ്വഭാവമേ തളിക്കണമേ. ഞാൻ വെടിപ്പാകപ്പെടും, അതിനാൽ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞനേക്കാൾ വെണ്മയാകും. നിന്റെ ആത്മ സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള സന്തോഷിക്കും. എന്റെ പാപിൽ നിന്ന് നിന്റെ തിരുമുഖം തുച്ഛതകളൊക്കെയും മായ്ച്ചു കളയണമേ. സൃഷ്ടിക്കണമേ. ആത്മാവിനെ പദവാക്കണമേ. നിന്റെ ദ്രവ്യം തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എടുക്കുകയുമരുതേ. നിന്റെ ആത്മരക്ഷ എനിക്ക് ധരിച്ചു തരണമേ. മഹത്തല്ല ആത്മാവത്താകുമാറാകണമേ. അപ്പോൾ ഞാൻ നിൽക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാവങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷണമേ, രക്ഷിച്ചുകൊള്ളണമേ. എന്റെ ദാവനീതിയെ സ്തുതിക്കൂ. കർത്താവിനെ വരണമേ. എന്റെ വായന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമങ്ങളിൽ നേർപ്പായതുമില്ല. ദൈവത്തെ പരിതാപമുള്ള ആത്മാവാകുന്നു. ദൈവം നിർഗീയത്തെ നിരസിക്കുന്നില്ല. നന്മ ചെയ്യണമേ. ഉർസിന് മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിപര ഹോമ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേ കാലവിയായി കരയേറ്. ദൈവമേ സ്നേഹമാകുന്നു. പാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരം വെള്ളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തരുവും പോലെയും എന്റെ കൈകളെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ നിഷ്കാര്യം ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ ഹൃദയങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയെ കൊഴുപ്പിക്കരുതേ. എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥന അവിടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപന്മാർ പാറയാൽ തടയപ്പെട്ടു.
ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴിഞ്ഞിരിക്കുന്ന പോലെ പാതാളവാതിക്കൽ അവരുടെ അസ്ഥികൾ ചിതറക്കപ്പെട്ടു. കർത്താവേ, എന്നെ നിങ്ങളിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു, എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിലെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ എന്നെ രോഗം ചെയ്തു. എന്റെ ആത്മാവ് ഉണ്ടപ്പെട്ടിരിക്കുമ്പോൾ എന്റെ വഴികളെ അറിയുന്നുവല്ലോ. എന്റെ നാൾപൂടെ വഴിയിൽ അവർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ കേൾക്കണമേ. എന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പേടിപ്പിക്കുന്നവരെ എന്നാൽ തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പാലം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാരണിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങളെ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാരിക്കായി വെച്ചു, എന്നാൽ ഞാൻ എന്റെ കൽപ്പനകൾ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ ആശപ്പെടുത്തിയിരിച്ചു. എന്തെന്നാൽ ആനന്ദമാകുന്നു നിന്റെ കൽപ്പനകളായിട്ട് ഞാൻ സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേകം കർത്താവാകുന്നു. ദൈവമേ, ശുഭോല ബോല ബറോവൽ റൂഹോ കാദേശോ മെൻമൂലം ആദാമുൽ മൂലം വൽമീനാമേ. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ. കൃപാവതി സവിധം ശമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീക്കിടട്ടെ സകല നിവാസങ്ങളിൽ അരിശത്തിൻ സ്തോമൻ ഗാലോസ് ബാറുക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും സദാ നേരത്തിന് ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ലോകമെങ്ങുമുള്ള പള്ളികളിലും തയ്യാറാകളിലും മാർഗീവർഗീസകഥാചരണീയനായിരിക്കുന്നു. ഈ പരിശുദ്ധന്റെ പുകഴ്ച പെരുന്നാളിലേക്ക് സഭാമക്കളെ കൂട്ടിച്ചേർക്കുകയും തന്റെ അനുഗ്രഹങ്ങളാൽ അവരെ ആനന്ദിപ്പിക്കുന്നവരുമായ കർത്താവിന് സ്തുതി. മാർഗീവർഗീസ് ശൈശവം മുതൽ വിശ്വാസം സ്വീകരിച്ച് തന്റെ പിതാവിനെയും മറ്റും സത്യമാർഗത്തിലേക്ക് ധരിപ്പിച്ചു. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അവൻ വാഴ്ത്തപ്പെട്ട ഫലവും സഭയിൽ ദീപസ്തംഭവുമായി തീർന്നു. രോഗങ്ങളെയും വേദനകളെയും നീക്കുവാനുള്ള ശക്തിയും അവന് ലഭിച്ചു. അവനെ വിശ്വാസധീരനും രക്തസാക്ഷിയുമാക്കി തീർത്ത കർത്താവിന് സ്തുതി. തനിക്ക് അവിടുത്തെ ദാസന് ഞങ്ങളുടെ പിതാവും
സഹതായമായ മാർഗീവൃതി സഹതായുടെ ഓർമ്മ പെരുന്നാളിലെ സന്ധ്യാ നമസ്കാരത്തിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മുഖലോന്യോമോസോ ബാറക്കുമോർ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് വായിച്ചു നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവേ, എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും രൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനവഞ്ഞവരുടെ സിൽമേ തെളിയിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താതി കർത്താവേ, മഹത്വനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് തിരുമരുളി ചെയ്ത് ഞങ്ങളുടെ നിനക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളോ അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപാവടികൾ ഞങ്ങൾ വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളവും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പൂർണ്ണ ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ കർത്താവേ, ശ്രേഷ്ഠ സഹതായ മാർഗീവർഗീസിന്റെ ഓർമ്മയെ ഞങ്ങൾ ആഘോഷിക്കുന്നു. അവൻ നിന്റെ നിയോഗത്താൽ നിന്റെ ആത്മീയ തോട്ടത്തിലെ നല്ല കൃഷിക്കാരനായി തീർന്നു. തനിക്ക് ലഭിച്ച താലന്തുകളെ അവൻ ശരിയായി വിനിയോഗിച്ചു. അവൻ്റെ പെരുന്നാൾ സഭയിൽ പ്രസിദ്ധമായിരിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്ന രോഗികൾക്കും വൈഷമ്യത്തിലിരിക്കുന്നവർക്കും അവൻ ആശ്വാസകാരണമായി തീർന്നു. അവൻ്റെ മധ്യസ്ഥയാൽ ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും ദുഷ്ടതിക്കാർക്ക് സന്തുഷ്ടി, യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണവും ലഭിക്കുന്നു. അവൻ സ്വർഗീയ പ്രയാണം ചെയ്യുന്നവർക്ക് വഴികാട്ടിയും മാർഗദൈവവുമായി തീർന്നു. വിശ്വാസ പോരാട്ടങ്ങൾക്ക് ഉത്തമ ദൃഷ്ടാന്തവും സഭാപ്രവർത്തകർക്ക് ശക്തമായ പ്രചോദനവുമാകുന്നു. അവൻ സഭാമക്കൾക്ക് വിശ്വസ്ത മധ്യസ്ഥനായി വർത്തിക്കുന്നു. എല്ലാ സഭാമക്കളും എൻ്റെ പെരുന്നാളിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ഞങ്ങളും സന്തോഷപൂർവ്വം കീർത്തിച്ച് പറയുന്നു, ശ്രേഷ്ഠനായ മാർഗീവർഗീസകഥാ, നിനക്ക് സമാധാനം. സ്വർഗീയ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ കതിരായവനെ, നിനക്ക് സമാധാനം. ആത്മീയ ഫലം കായ്ക്കുന്ന മന്ത്രിക്കൊലയായുള്ളവനെ, നിനക്ക് സമാധാനം. പരിമളതോവും ദൈവിക മൂറോന്ന മുദ്രയുമായ മാർഗീവർഗീസേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് തെറ്റിനെ നീക്കാൻ കഴിവുള്ള ശോഭിതാകതിരേ, നിനക്ക് സമാധാനം. വിഗ്രഹാരാധനയെ നീക്കുകയും പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന മാർഗീവർഗീസേ, നിനക്ക് സമാധാനം. ആകൽക്കരസായുടെ മുള്ളന്റെ മൂർച്ചയെ കെടുത്തിയ മാർഗീവർഗീസേ, സമാധാനം. വിധവിയുടെ മകനെ സുഖപ്പെടുത്തിയ അവനെ നിന്റെ ശുശ്രൂഷകനാക്കുകയും ചെയ്ത പരിശുദ്ധനെ, നിനക്ക് സമാധാനം. നിന്റെ ആത്മീയ ചൈതന്യം കണ്ടിട്ട് വിജാതീയനായ ദിദിയാനോസ് ലജ്ജിതനായ അലക്സാന്ദ്ര രാജ്ഞി സത്യവിശ്വാസത്തിലെത്തുകയും ചെയ്തു. വിശ്വാസികൾക്ക് ധൈര്യം നൽകുന്നവനെ, നിനക്ക് സമാധാനം. എല്ലാ രക്തസാക്ഷികൾക്കും ഉത്തമ മാതൃകയായി തീർന്ന സകതാ, നിനക്ക് സമാധാനം.
സഭയുടെ പോരാട്ടക്കാരിൽ അഗ്രഗണ്യനായ മാർ ഗീവർഗീസേ, നിനക്ക് ഭാഗ്യം. വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും അലഞ്ഞിരിക്കുന്നവർക്ക് വിശ്രമവും ലഭിക്കുവാൻ കാരണമായവനേ, നിനക്ക് ഭാഗ്യം. എല്ലാ രക്തസാക്ഷികളുടെയും ഗുരുവും നായകനുമേ, നിനക്ക് ഭാഗ്യം. മശിഹായുടെ ആട്ടിൻകൂട്ടത്തിന് ഉണർവുള്ള കാവൽക്കാരാ, നീ ഭാഗ്യവാൻ. ഭൂമിയിലെ എല്ലാ വിശ്വാസികളും നിനക്ക് പുകഴ്ച നേരുന്നു. മാർഗീവർഗീസകതായ ശ്രേഷ്ഠനാക്കിയ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവർക്കും നിന്റെ നന്മകളും സഹായങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്നും നൽകണമേ. പരിശുദ്ധന്റെ മധ്യസ്ഥയാൽ ഞങ്ങൾക്ക് ശാന്തിയും സുഭിക്ഷതയും ഫലസമൃദ്ധിയും നൽകണമേ. മഴയും മഞ്ഞും യഥാസമയം ലഭിക്കുകയും പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. സകതായുടെ പെരുന്നാൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ മാഞ്ഞു പോകുന്നതിനും സന്തോഷങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും കടങ്ങളുടെ മോചനവും പാപപരിഹാരവും ശ്രദ്ധിക്കണമേ. കർത്താവേ, ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ദൈവത്തിൽ നിന്നും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്ക് നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നാഥനെ വാഴ്ത്തുവിനുത്തമരേ, പരിമളധൂപയുധം ദൈവത്തിൻ ജനനേ, കന്യകമറിയാമേ ഓർമ്മ ഭവിക്കട്ടെ. ബാറക്കുമോ ശുഭോലാ പോല പുറോവൽ റോഹോ കാദീശോ മെൻമൂലം വാദാമുൽ മൂലം വൽമീരാമേ പരിമളധൂപയും മറിയാമിൻ സ്മരണം വരദായകമാകാ, തൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട. ദൈവ പ്രസവിത്രേ കന്യക ഭാഗ്യം നിമിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനത്തിനെ. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. സിംഹാസന സവിധേ സ്മൃതി വിശ്വാസികളാ മൃതരാർജിക്കട്ടെ. ബർക്കുമോ കർത്താവേ, മാർഗീവരീസാദയുടെ ഓർമ്മ ദിവസം ഞങ്ങളുടെ ധൂപം നിന്റെ ബഹുമാനമുള്ള സിംഹാസനത്തിൻ്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെടണമേ. ഇതുമൂലം കടങ്ങളുടെ പരിഹാരവും പാപവിമോചനവും ഞങ്ങൾക്ക് സിദ്ധിക്കണമേ. പരിശുദ്ധ സഭയിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള എല്ലാവർക്കും ആശ്വാസവും നല്ല ഓർമ്മയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ശാന്തിയും സമാധാനവും വാഴ്ത്തണമേ. ഹോശോ
وبقى بالسبان لول مين വാനിലും മൊഴിയിലേതനിലും ഹല്ലേലൂയ ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ നിർമ്മലമാ കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തന്നുദരത്തിൽ ഭുവിസ്വർഗേ സ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥാ ചേർക്കുക ഞങ്ങളെ നിന്മാതൃ സ്മരണത്തിൽ ബാർക്കുമോ من أولم ودامل أولم والبينا من هاليلويا സ്ത്രീകന്മാരെ കർത്താവോടാ ഭിന്നത സബദൻ സന്താനങ്ങളിലാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർത്തികരതിനെ ചുറ്റുന്നു സത്യമതാ മൂശയിലാവചന കനകമ്പോ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനേ മാർഗീ വരുകി സകദാ പണ്ഡിത വൈദ്യ രോഗാർത്തർക്കായി സൗഖ്യമിയറ്റിടുവാനധികാരം നൽകി വരൻ പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കോ വിശ്രാമം പീഡിത ജനതയ്ക്കോ ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കോ ന്യായാധിപനാ
ന്യായാധിപതേ അംഗീകരിച്ചു ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ മിതികേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമേയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹ ഞാൻ ഗോപി പിഴപോകി നിന്മയിരുതിരങ്ങൾ ഇതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി. ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ദ്വേഷികളെ മെതിച്ചിടും നിന്നാമത്തിൽ. ബാറുക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്തും നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് പറയുന്നു. യേശുതമ്പുരാൻ അരുളി ചെയ്തു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. അതിനാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും സുനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്യും. ഞാൻ നിമിത്തം ഭരണകർത്താക്കളുടെയും രാജാക്കന്മാരുടെയും മുൻപാകെ അവർ നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ അവർക്കും വിജാതിയർക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയേണ്ടത് എങ്ങനെയെന്നോ എന്തെന്നോ ആകുലപ്പെടേണ്ടതില്ല. പറയുവാനുള്ളത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിൽ കൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാകും സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ നിന്നവരെ കൊല്ലിക്കും.
എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുക. മനുഷ്യപുത്രൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെല്ലാം സഞ്ചരിച്ച് തീർക്കുകയില്ലെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല, യജമാനേക്കാൾ വലിയ ദാസനുമില്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ദാസൻ യജമാനെ പോലെയും ആകുന്നത് മതി. അവർ ഗൃഹനാഥനെ ബെൽസബൂബ് എന്ന് വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ വെളിപ്പെടാതെ മറഞ്ഞും അറിയപ്പെടാതെ ഗൂഢമായും ഇരിക്കുന്നത് ഒന്നുമില്ല. ഞാൻ ഇരുട്ടത്ത് പറയുന്നത് നിങ്ങൾ വെളിച്ചത്ത് പറയുവിൻ. ചെവികളിൽ കേൾക്കുന്നത് മട്ടുപ്പാവിൽ ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ആത്മാവിനെ കൊല്ലുവാൻ അവർക്ക് കഴിയുകയില്ല. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലിട്ട് നശിപ്പിക്കുവാൻ കഴിയുന്നവനെ കൂടുതൽ ഭയപ്പെടുവിൻ. ഒരു കാശിന് 2 കുരുവി വിൽക്കപ്പെടുന്നില്ലയോ? അതിലൊന്നുപോലും നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ നിലത്ത് വീഴുന്നില്ല. നിങ്ങളുടെ തലമുടിയിഴകൾ പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അനേകം കുരുവികളേക്കാൾ നിങ്ങൾ വിലയേറിയവരാകുന്നു. അതിനാൽ ആരെങ്കിലും മനുഷ്യരുടെ മുൻപാകെ എന്നെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപാകെ ഞാനും അവനെ ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുൻപാകെ എന്നെ തള്ളിപ്പറയുന്ന അവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപാകെ ഞാനും തള്ളിപ്പറയുമെന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയോ ഹാലേ ലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ശുഭോലാമോല ബറോവൽ റൂഹോ കാദീശോ. ഓലം വാദാമൽ ഓലം വൽമീനാമി. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ ജീവാസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തോമൻ കാലസ് കുറിയേലായേസോ. നാഥാവകമേരലോകം നിന്നധികാരം ദാനേങ്ങോ. സ്ലേഹായാൽ ജീവിതരേഖ തൻപാൽ മുക്തിമൃത കേക ബാരക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. സ്തോത്രം മൃതജീവ പ്രദനെ കബറി നേറ്റിടുന്നോനെ നിൻ പ്രേക്ഷകദാതനുമാവൻ റൂഹായ്ക്കും ഹാലേലൂയ. ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടുകമോ. കർത്തൻ കേട്ടിടണമേ നീതികരണം. ജ്ഞാനികൾ കേൾപ്പിൻ ഗീവർഗീസിൻ അത്ഭുതവാർത്താം. പരനീയതോരു പീഡകളാൽ താൻ പ്രീണിപ്പിച്ചു. ദുഷ്ടന്മാർ
ഞങ്ങൾക്കെല്ലാം കോപത്തിൻ്റെ ശിക്ഷകളഖിലം നീക്കിയിടേണമേ. തൻ പെരുന്നാളേതു കുതുകത്തോടെ കൊണ്ടാടേണം. ആഗോള സമാധാനം ധരയിൽ ചേർത്തിടേണമേ. വിശ്വാസത്തോടു നിൻ സംഗീതം ചേർന്നോരിന്നും നിൻ പ്രാർത്ഥനയാൽ നീങ്ങിടട്ടെ വൈഷമ്യങ്ങൾ. ശുദ്ധരതാക്കും ദേവേശ പരിശുദ്ധൻ നീ. ശക്തരതാക്കും ബലവാനേ പരിശുദ്ധൻ നീ. ശുദ്ധി വിശുദ്ധർക്കായേകും മൃതിയില്ലാത്ത വിശുദ്ധൻ നീ. ഞങ്ങൾക്കായി ക്രൂശേറ്റോനേ കൃപ ചെയ്തേണമേ. ശക്തരതാകും ബലവാനേ പരിശുദ്ധൻ നീ. ശുദ്ധി വിശുദ്ധർക്കായേകും മൃതിയില്ലാത്ത വിശുദ്ധൻ നീ. ഞങ്ങൾക്കായി ക്രൂശേറ്റോനേ കൃപ ചെയ്തേണമേ. ശുദ്ധരതാക്കും ദേവേശ പരിശുദ്ധൻ നീ. ശക്തരതാക്കും ബലവാനേ പരിശുദ്ധൻ നീ. ശുദ്ധി വിശുദ്ധർക്കായേകും മൃതിയില്ലാത്ത വിശുദ്ധൻ നീ. ഞങ്ങൾക്കായി ക്രൂശേറ്റോനേ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്കനിവാലേ. നാഥാ കർമ്മവും അർത്ഥനകളും ഏറ്റിട്ടവയ കൃപ ചെയ്തിടണമേ. സ്തോത്രം ദേ ദേവേശ. സ്തോത്രം ദേ സൃഷ്ടാവേ. സ്തോത്രം പാപികളടിയാനിൽ കൃപ ചെയ്തിടും മശിഹ രാജാവേ. പാർക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുകളാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിവർത്തമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ
കർത്താവേ, നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയുന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്രോതത്തിലെ പോലെ ഭൂമിയിലും വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ശ്രദ്ധപോലെ ഞങ്ങളുടെ അടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള നീ അമർത്ത പറയുമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തിനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുമോ ധ്യാനം പൂകായ്വാനെന്നെ വേലേക്കൊപ്പം നേർക്കൊന്നെ കടമോർത്തുണ്ട് ഭയം നാഥ നരകത്തെ നേറ്റി പാർപ്പിക്കുക നീ ഹിതമൊത്താതേക്കിൽ പാർക്കുമോ. Bola bola proval roho kadisho ഓലം വാദാമൽ ഓലം വൽമിനമേ. രക്ഷകനേശു മഹാരാജ സ്തുതി ചെയ്യുന്നേ. അനുതാപകാർമുൻ നിൻ വാതിൽ തുറന്നിടുന്നു. എല്ലാ നന്മയുമേകും നിൻ നന്ദുനിയാവാനെന്നെ നിൻ നൽവരമേകി സന്തോഷിപ്പിക്കാം. മുറിയോറാകിൽ മേലേനോ ആധാരേ മധ്യേ കഷ്ടം ഞാൻ തുടയാറ്റോ സന്മാർഗം ഞാൻ ശീലിച്ചില്ല. ഞാനന്യൻ കൽപ്പെരുന്നാളിൽ എന്തുഷ്കൃത്യം പായേച്ചേടോ അവരെ നന്നെ. ബാറക്കുമോർ അത്യുന്നതനുടെ മറവിങ്കൽ ഹല്ലേലൂയ. ദേവേശൻ തന്നിഴലിരിപ്പോൻ സംസ്തുത്യൻ. പാർക്കുമോ കർത്താവോടുര ചെയ്തിടുമവൻ. ഹല്ലേലൂയ. ശരണവുമെൻ ഗതിയാം പരനും നീ. പ്രതികൂലതയൻ ഗണിയിൽ നിന്നും ഹല്ലേലൂയ. പാഴ്വചനത്തിൽ നിന്നും കാക്കുമവൻ. തൂവലുകൊണ്ടവനും ചെയ്തു മറയ്ക്കും ചിറകുകളാ. ഹല്ലേലൂയ. ആയുധമായി ചുറ്റും നിന്റെ തിരുസത്യം. രാവിൻ ഭീഷണിയാൽ ഭയമാർന്നീട. ഹല്ലേലൂയ.
വസ്ത്രത്തിൽ നിന്നും രാത്രിയും ശരമാം വചനത്തിൽ നിന്നും ഹാലേലുയ്യ ഉച്ചയിലോതും കാറ്റിൽ നിന്നും നിൻ പാർശ്വത്തായിരമായിരമായി നിപതിക്കും. ഹാലേലുയ്യ പതിനായിരമായി നിൻ വലമാ ഭാഗത്തും നിന്നരികത്തണയാനെളുതല്ലവരാ ഹാലേലുയ്യ ദർശിക്കും നീ നിൻ ദൃഷ്ടികളാ കാണുമധർമ്മം ചെയ്യുന്നവരുടെ പ്രതിപകരം നീ. ഹാലേലുയ്യ എൻ ശരണം കർത്താവായതിനാ നിൻ പാർപ്പിടമുയരങ്ങളിലാക്കുകയാ ഹാലേലുയ്യ നിന്നയധർമ്മം തേണ്ടുകയില്ല. നിൻ കൂടാരത്തോടു ദണ്ഡനമാർന്നീടാ. ഹാലേലുയ്യ നിന്നെ പ്രതിമാലാഘകളോടവനാ ജ്ഞാപിക്കും. മാർഗങ്ങളിലകിലും നിന്നെ പരിരക്ഷിപ്പാ ഹാലേലുയ്യ നിന്നെ ഭുജങ്ങളിൽ അവരേറ്റിടുവാനായി നിൻ പാദത്തിനിടർച്ച ഭവിക്കായി വാ. ഹാലേലുയ്യ സർപ്പം വിരിയൻ പാമ്പിവയെ നീ മർദ്ദിക്കും. കേസരി നക്രങ്ങളെ നീ തട്ടിമെതിക്കും. ഹാലേലുയ്യ പരിരക്ഷിച്ചു ബലം നൽകും ഞാനവനെന്നെ തേടുകയാ. എന്നാമറിഞ്ഞെന്നെ വിളിച്ചതിനാൽ ഞാനുത്തരമരുളും. ഹാലേലുയ്യ പീഠയിലവനോടു ചേർന്നമരും ഞാൻ. ബലവാനാക്കി ബഹുമാനിച്ചിടുമവനെ ഞാൻ. ഹാലേലുയ്യ നെടുനാളേക്കവനു കൊടുക്കും ഞാൻ സംതൃപ്തി. എൻ പരിരക്ഷയെ ഞാനവനെ ദർശിപ്പിക്കും. ഹാലേലുയ്യ ഗിരിയതിലേക്കൻ നയനങ്ങളെ ഞാൻ ഏറ്റിടും. ആഗതനായിടും ഇവിടെന്നൻ ആശ്രയമായോ. ഹാലേലുയ്യ എന്തുണകർത്താവിൻ തിരുമുമ്പിൽ നിന്നും
നിൻപാദം വഴുതിടുവാൻ അവനിടയാക്കുകയില്ല. നിദ്രാവശനാക നിന്നോട് കാവൽക്കാരൻ ഹാലേലുയ്യ. ഇസ്രായേലിൻ കാവൽക്കാരൻ. നിദ്രാവേശവുമില്ലവനിഹ നിദ്രാഭാരമതും ഹാലേലുയ്യ. കർത്താവല്ലോ നിന്നുടെ കാവൽക്കാരൻ. വീശും നിഴ നിന്നുപരിതലേ കർത്തൻ വലുതുകരത്ത ഹാലേലുയ്യ. പകലോൻ പകലിൽ നിനക്കപകാരം ചെയ്യാം. രാത്രീശ്വരനും രാവിങ്കൽ ഹാലേലുയ്യോ ഹാലേലുയ്യ. കർത്തൻ ദോഷങ്ങളിൽ നിന്നഖിലം കാത്തിടും. കാത്തിടും നിന്നാത്മാവിനെ നാഥൻ ഹാലേലുയ്യോ ഹാലേലുയ്യ. നിൻഗതി വിഗതികളെ പാലിക്കുമവൻ മേന്മേലെന്നേക്കും. ഹാലേലുയ്യ. സ്തുതിയങ്ങേക്കുചിതം ദേവേശ ബാറക്കുമോ. ബോലബറുവൽ ഊഹോ കാദീസോ അത്യുന്നതിനുടെ മറവിലിരിക്കും നാഥ ചിറകിൻ കീഴിൽ ചേർക്കണമേ. കാരുണ്യം മൂലം കൃപയാലെല്ലാം കേൾക്കുന്നു നീ നിന്നടിയാർ തൻ യാചനയെ കേട്ടിടണമേ. മഹിമയെഴും രാജാവാം രക്ഷകമശികാശമനമെഴും സന്ധ്യേതും പുണ്യം നിറയും രാവും ഞങ്ങൾ കേകേണമേ. മിഴിനിങ്കൽ ഉയർത്തും നിങ്ങൾ കടപാപങ്ങളെ മോചിക്കാം. ഇരുലോകങ്ങളിലും ഞങ്ങൾ കരുണയിടണമേ. കാരുണ്യം നിൻ കൃപ ഇവരെ മറയ്ക്കണമേ. അഭിമുഖമായി നിൽക്കണമേ. ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ സ്ലീബ. ആജീവമേ വീടണമേ. നിന്റെ വലങ്കൈ ഞങ്ങടമേ. നിൻ സമമങ്ങളെ അമരട്ടെ. യാചിച്ചിടുമാത്മാക്കൾക്കായി ശരണവും അവനുമേകണമേ. മാതൃവിശുദ്ധാഭ്യർത്ഥനയാൽ കടപരിഹാരം നൽകി എന്മേൽ ദേവേശ ചെയ്തിടണമേ കാരുണ്യം. എന്നെന്നും കർത്താവിൻ ബഹുമാനം ധന്യം. എന്നെന്നും കർത്താവിൻ ബഹുമാനം ധന്യം. എന്നേക്കും കർത്താവിൻ ബഹുമാനം ധന്യം. പരിപാവനനെ സംസ്തുത്യ തൃത്വാത്മകനെ ദയ ചെയ്തിടണമേ. പരിപാവനനെ സംസ്തുത്യ തൃത്വാത്മകനെ ദയ ചെയ്തിടണമേ. പരിപാവനനെ സംസ്തുത്യ തൃത്വാത്മകനെ കൃപയാ ദയ ചെയ്തിടണമേ. പരിപാവനനും സംസ്തുത്യനുമാണെന്നും നീ. പരിപാവനനും സംസ്തുത്യനുമാണെന്നും നീ. നീ പരിപാവനനെന്നേക്കും തിരുനാമം ധന്യം. കർത്താവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. നിത്യമാശ്രയമേ സ്തോത്രം. ബാറക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. എന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ.
വർഷിച്ചുകൊള്ളണമേ. എന്നോട് നല്ല ശക്തിയുമാകുന്നു എന്നേ കഥനക്കൊണ്ടതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമേതം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലോത്താത്മകാതരമായ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുവേഷപ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ മറിയാമിൽ നിന്ന് ശരീരത്തിൽ മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുമാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്തോടെ നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചതുമായ ജീവനവിശുദ്ധയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിന് മാമോദീസ പറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ വാനുകളൊക്കെ മാർക്കുന്നു. നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയാ ഓ ഹാലേലൂയാ നിൻ വലമായി രാജപാമിനിയോ നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലെബാനോന്റെ കാരുകിൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടേ പുഷ്ടികൾ
ഞങ്ങളും പാർക്കുമോ. شبهولا بولا برو والروح قاديشو തോമാസിയ വന്ത്രസീയന്മാർ ഗീവർഗീസ് സഹദാ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലസ്കുറിയേലായിസോ കഥനയിൽ സമയമീതൽ ലോ മോർ ഗീവർഗീസ് സഹദാ ഇമ്പമിഴുന്നേൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേൻ ആടുകളെ മോശെ പോതൃ കൈവാഴ്ത്തേണം പാടുമോ. ശുഭോല ബോല ബുറുവൽ റൂഹു കാദീശോ ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും തൻ കോപത്തിൻ വടികളയും മായേശേടാത്തും നീതിയ നിന്നാചാര്യന്മാരും മൈമേനിൽ നീതിമാന്മാരും ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ നിൻ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവേ തെന്മൂല നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും പാർക്കുമോ. بهولا بولا برو والروح قاديشو من مولم وذاب البولم والمينامين സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കുധ്യാനദ്വാരങ്ങൾ വാനവരുതു വസിക്കേണം സൗമൻ കാലസുറിയേലായേസോ സ്നേഹശുശ്രൂഷിച്ചോര വൈദികരെ പിഞ്ചല്ലോവ ഇറമാദേവാകാരെ പാർക്കുമോ. ശുഭോല ഭോല ബ്രോവൽ റൂഹോ കാദീശോ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ ഗണമേ മുറിയോറാകെ മേലേനോ ആധാരേ ആചാര്യന്മാർ കേൾക്കുക പുണ്യം നാദാസ്തോത്രം. കുരിയലായിസോൻ കുരിയലായിസോൻ കുരിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണയുണ്ടായി ഞങ്ങളോട്
ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവുള്ള ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതിയെ ബാറക്കുമോ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കുക. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പദയാത്രയായി പതാവ് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്നും തീർത്ഥയാത്രകരായി കടന്നു വന്നിരിക്കുന്നതായ അവിടുത്തെ വികാരി അച്ഛനെയും ഇടവക അംഗങ്ങളെയും ഈ ഇടവകയുടെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നതായ വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട എബ്രഹാം ജേക്കബ് അച്ഛൻ, ചെന്നൈ ഭദ്രാസനത്തിൽപ്പെട്ടതായ അച്ഛൻ, അതുപോലെ തന്നെ വർഗീസ് ഫിലിപ്പോസ് അച്ഛൻ, ഗോവ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട വർഗീസ് പി അച്ഛൻ, പതാവ് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ, കോഴിച്ചാൽ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ കുട്ടർപ്പാടി മലങ്കര കത്തോലിക്ക പള്ളിയിലെ ബഹുമാനപ്പെട്ട ജോസ് ആയാങ്കുടി അച്ഛൻ, സഹവികാരി വില്യം അച്ഛൻ, അതുപോലെ തന്നെ മലങ്കര റീത്തിലെ വർഗീസ് കൈപ്പനടുക്ക അച്ഛൻ, അതുപോലെ തന്നെ ജോബ് മാത്യു അച്ഛൻ, ജെയ്സൺ അച്ഛൻ എന്നീ വൈദിക ശ്രേഷ്ഠരെയും ഹാർദവുമായിട്ട് 2022 ജിലമ്പാടി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പരിശുദ്ധ ഗീവർഗീസ് നാട് പെരുന്നാളിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്നും നാളെയുമായിട്ട് നമ്മുടെ പെരുന്നാളുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മൊറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോണാട്ടച്ചനാണ്. ഇപ്പോൾ പെരുന്നാൾ സന്ദേശം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഹൃദയപൂർവമായിട്ട് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. കോരിരുളിൽ താഴ്വരയിൽ ദൈവമതായി നിൻ മൊഴികൾ. കോരിരുളിൽ താഴ്വരയിൽ ദൈവമതായി നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം
നീ പണിയണമേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പോളച്ചൻ, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, മറ്റ് സ്നേഹം നിറഞ്ഞ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പെരുന്നാൾ ഇച്ചിലമ്പടി പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ കരുണകളും അനുഗ്രഹങ്ങളും ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നിരന്തരമായ പ്രാർത്ഥന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പെരുന്നാളിനെ പല പ്രായക്കാരും പല മനുഷ്യരും പലതരത്തിലാണ് കാണുന്നത്. കൊച്ചുകുട്ടികൾക്കത് ഉല്ലാസത്തിൻ്റെ ഒരവസരമാണ്. സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇഷ്ടവും ആഗ്രഹവുമുള്ളവർക്ക് ഇവിടെ സൈഡിൽ ഉണ്ടായിട്ടുള്ളതായ കടകളിൽ പോയി വില പേശി മേടിക്കുന്നത് ഒരു രസമായിരിക്കും. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതാണ്. വലിയ വെടിക്കെട്ടുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ പെരുന്നാളെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷം അവർക്ക് നൽകുന്നത് വെടിക്കെട്ടാണ്. ചിലർക്ക് ചെണ്ടമേളമായിരിക്കും, ചിലർക്ക് ബാൻഡ് മേളമായിരിക്കും. പെരുന്നാൾ ഇതെല്ലാം കൂടെ കൂടിയതാണ്. പക്ഷേ ഇതൊന്നുമല്ല താനും, അല്ലേ? നമ്മുടെ ഹൃദയം കൊണ്ട് പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരവസരമായി, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ സംബന്ധിക്കുന്ന ഒരവസരമായി ഇത് മാറണം. അതാണ് പെരുന്നാൾ. ഓർത്തഡോക്സ് സഭയുടെ കൂദാശകളുടെ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പറയുന്നത് ആരാധനാ വർഷത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രധാന സംഗതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ആരാധനാ വർഷത്തിലെ ഓരോ പെരുന്നാളും ആ പെരുന്നാളുകളിൽ നമ്മുടെ സംബന്ധമാണ് ഉറപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ പറയും അത് ഓർമ്മയാണെന്ന്. എന്നാൽ ഓർമ്മ മാത്രമാണോ? അല്ല, ഓർമ്മ അതിലുണ്ടോ? ഉണ്ട്. ചിലർ പറയും കർത്താവിൻ്റെ വിശുദ്ധ ബലിയാണ്. കാൽവറിയിലെ ബലിയുടെ ആവർത്തനമാണ് ഞായറാഴ്ചകളിൽ നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അർപ്പിക്കുന്ന കുർബാന എന്ന് പറയും. എന്നാൽ ഇതൊന്നുമല്ല. ഒരിക്കലും ഞായറാഴ്ചത്തെ കുർബാന കാൽവറിയിലെ ബലിയുടെ ആവർത്തനമല്ല. കാരണം കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് സ്വന്തം ജീവനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദാനം ചെയ്ത ബലിയാണത്. ഒരിക്കലും അത് ആവർത്തിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് വിശുദ്ധ കുർബാന? 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവനെ സമർപ്പിച്ച ആ വിശുദ്ധ ബലിയിലുള്ള നമ്മുടെ സംബന്ധമാണ് ഇന്ന് നമുക്ക് ആ ബലിയിൽ മറിയാമിനെയും പട്ടാളക്കാരെയും കൊറേനക്കാരൻ യോസേപ്പിനെയും അരിമത്യക്കാരൻ യോസേപ്പിനെ പോലെയും ഒക്കെ അവരുടെ കൂടെ നടന്ന് ആ സംഭവങ്ങളിലെല്ലാം സംബന്ധം നേടുവാൻ, അതിലെല്ലാം സംബന്ധിക്കുവാനായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് പ്രദാനം ചെയ്യുന്ന വലിയ ആ സംഗതിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുപോലെ കർത്താവിൻ്റെ ജനന പെരുന്നാള്, കർത്താവ് ജനിച്ച ആ സംഭവത്തിൽ ആട്ടിടയന്മാരെ പോലെ നമ്മളും സംബന്ധികളാവുകയാണ്. കർത്താവിൻ്റെ മാമോദീസായുടെ പെരുന്നാൾ, അതിലും നമ്മൾ യോർദാന്റെ കരയിൽ നിന്നുകൊണ്ട് അനേകങ്ങൾ ആ വിശുദ്ധ മാമോദീസ ദർശിച്ചതുപോലെ നമ്മളും അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളും. പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദായുടെ മരണത്തിലും അവൻ്റെ ഉയർപ്പിലും അവൻ്റെ ജീവനിലും നമ്മൾ പങ്കാളികളായി തീരുകയാണ്. ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് കടമയുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഇന്നത്തെ പ്രത്യേക ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12 മുതലുള്ളതായ വാക്യങ്ങളാണ്. അവിടെ പറയുന്ന ആശയം എന്താണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. സഭയെന്ന് പറയുന്നത് ഒരു ശരീരമാണ്. നമ്മളെല്ലാവരും സഭയുടെ അംഗങ്ങൾ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളെ പോലെയാണ്. നമ്മൾ സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചെങ്കിൽ അല്ലാതെ സഭയാകുന്ന ശരീരം ജീവസുറ്റതാവുകയില്ല, മൃതമായി പോകുമല്ലെങ്കിൽ. ഞാൻ ഈ വേദഭാഗം ഒന്ന് വായിക്കാം. 12 മുതൽ 26 വരെ ആ ആശയം തുടരുകയാണെങ്കിലും ആദ്യത്തെ ഏതാനും വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. ശരീരമൊന്നും അതിന് അവയവം പലതും.
ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യൗനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാല് പറയുന്നു എങ്കിൽ അതിനാലത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഇങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോവുകയാണ്. കൈക്ക് പറയാൻ പറ്റില്ല ഞാൻ ശരീരത്തിലുള്ളതല്ല. കാലിൽ ഉറുമ്പ് കടിച്ചാൽ കാലിനോട് തന്നെ നീ തന്നെ വേണമെങ്കിൽ അതിനെ തൂത്ത് കളയുക, അല്ലാതെ എനിക്ക് വന്നതിനെ തൂക്കാൻ സൗകര്യമില്ല എന്ന് കൈ പറയാറില്ല. ഇതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നത്. കൊരിന്തിലെ അവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. ഗ്രീസിലെ അതിസമ്പന്നമായ ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. ഗ്രീസിൻ്റെ ജിയോഗ്രാഫി കണ്ടിട്ടുള്ളവർക്ക് ഒരു മാപ്പിൽ നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ നെടുനീളെ കിടക്കുന്ന ഒരു രാജ്യമാണ്. ആ നീളത്തിൽ കിടക്കുന്ന രാജ്യത്തിൻ്റെ ഏതാണ്ട് നടുഭാഗത്തോട് ഒരു കൺസ്ട്രിക്ഷനുണ്ട്, ഒരു ചുരുങ്ങലുണ്ട്. ആ ചുരുങ്ങലാണ് കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. എന്ന് പറഞ്ഞാൽ തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും യാത്ര ചെയ്യുന്നവരെല്ലാം കൊരിന്തിൽ കൂടെ പോകണം. ഇന്നാണെങ്കിൽ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു, അന്ന് പ്ലെയിനൊന്നും ഉള്ള അവസ്ഥയല്ല. അപ്പോൾ കരമാർഗം യാത്ര ചെയ്യുന്നവർ മുഴുവനും കൊരിന്ത് പട്ടണത്തിൽ കൂടെ കടന്നു പോകണം. വലിയ വാണിജ്യ പട്ടണമായിരുന്നു. ഈ ചിലമ്പാടിയിൽ കൂടെ ഇന്ത്യയുടെ തെക്കോട്ടും വടക്കോട്ടും പോകുന്ന മുഴുവനും ആളുകളും കടന്നു പോകണമായിരുന്നു എങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ബഹളം കഴിഞ്ഞിട്ട് വേറെ സമയം ഉണ്ടാകില്ല അല്ലേ? എന്നും ഈ പെരുന്നാളിൻ്റെ 4 ഇരട്ടി ആളുകളായിരിക്കും. വലിയ കച്ചവടങ്ങൾ, കച്ചവടക്കാർ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല, നാളെ കാണുന്നവനെ മറ്റന്നാൾ കാണുന്നില്ല. അതുകൊണ്ട് എന്താ പ്രത്യേകത? ഭയങ്കരമായ അസന്മാർഗിക ജീവിതം. അസന്മാർഗിക ജീവിതം, ധാർമ്മികത എന്തെന്നറിയാൻ പോലും പാടില്ല. പലതരത്തിലുള്ളതായ ഫിലോസഫികൾ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ഒരുപക്ഷെ നീ മരിച്ചു പോയേക്കാം എന്ന് പഠിപ്പിക്കുന്ന എപ്പിക്യൂരിയൻ സിദ്ധാന്തം മുതൽ അരിസ്റ്റോട്ടിലും അതുപോലെയുള്ളതായ വലിയ ആളുകളുടെയൊക്കെ ചിന്ത അവിടെ ഉണ്ടായിരുന്നു. വിവിധ ജാതികൾ അധിവസിച്ചിരുന്ന സ്ഥലമാണ്. പലതരത്തിലുള്ള ചിന്താഗതികൾ, പലതരത്തിലുള്ളതായ വിശ്വാസങ്ങൾ. ഇതിൻ്റെ എല്ലാം നടുവിലാണ് പൗലോസ്ലീഹ ചെന്നിട്ട് പുറജാതിത്വമാകുന്ന അന്ധകാരത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ ദ്വീപ് പോലെ കർത്താവിൻ്റെ സഭയെ അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ആ സ്ഥാപിച്ചു കഴിഞ്ഞ് പൗലോസ്ലീഹ അടുത്ത സ്ഥലത്തേക്ക് പോയി. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വലിയൊരു വേലിയേറ്റം ഉണ്ടായി. ഈ ചുറ്റും കിടക്കുന്നതായ കടല് ഈ ചെറു ദ്വീപാകുന്ന സഭയെ ആക്രമിച്ചു. വിജാതീയ രീതികളിലേക്ക് അവർ വീണുപോയി. അവരിൽ പല തർക്കങ്ങളുണ്ടായി. പത്രോസാണോ വലുത്? പൗലോസാണോ വലുത്? അപ്പൊല്ലോസാണോ വലുത്? അതെയോ യേശുക്രിസ്തു ആണോ വലുത്? ഭയങ്കര തർക്കമാണ്, പലതരത്തിലുള്ളതായ തർക്കങ്ങൾ. ഈ തർക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ നൽവരം എങ്ങനെ ലഭിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ നൽവരം ആർക്കാണ് കൂടുതൽ അധികം എന്നുള്ളതായിരുന്നു അവരുടെ തർക്കത്തിൻ്റെ ഒരു കാരണം. അത് വലിയ ഭിന്നതയിലേക്ക് വഴി നയിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മദാനത്തെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചിരുന്നത് അവനവൻ്റെ കഴിവിനനുസരിച്ച് പിടിച്ചെടുക്കുന്ന ഒരു സാധനമാണ് പരിശുദ്ധാത്മാവ് എന്നാണ്. ഞാൻ വലിയ കഴിവൊക്കെ പ്രദർശിപ്പിച്ചാൽ, ഞാൻ വലിയ ആത്മീകമായിട്ടുള്ള ഭയങ്കരമായ നോമ്പുകളും മറ്റതുമൊക്കെ ചെയ്താൽ പരിശുദ്ധാത്മാവിനെ കിട്ടും, കിട്ടില്ല എന്നല്ല. അതുകൊണ്ട് മാത്രം ഓരോരുത്തർക്കും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന സാധനമാണ് പരിശുദ്ധാത്മാവെന്ന് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഓരോർക്കും ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അത് ഓരോരുവരെയും ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നമ്മളോട് ചിലപ്പോൾ വഴിയെ നടക്കുമ്പോൾ ചില സഹോദരന്മാർ വന്ന് ചോദിക്കും, സഹോദര സഹോദരി നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ഓർത്തഡോക്സുകാരൻ പകച്ച് നിൽക്കും. കിട്ടിയെന്ന് പറയണോ കിട്ടിയില്ലെന്ന് പറയണോ? കിട്ടിയോ? കിട്ടിയോ? ഒരാൾ ഇങ്ങനെ തലയാട്ടുന്നു, ഒരാൾ ഇങ്ങനെ തലയാട്ടുന്നു. സംശയമാ. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞനെ കിട്ടിയെന്ന്, അല്ലേ? കിട്ടിയോ എന്ന് സംശയമായി. ഇതാ നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മാമുദീസ ഏറ്റിട്ടുള്ള ഓരോ വിശ്വാസിയും ഉറച്ചു നിന്ന് പറയണം, കിട്ടിയിട്ടുണ്ട്. എവിടെയാ?
അത് ഞാൻ തന്നെ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. മാമോദീസ മുങ്ങിയ ഓരോ വിശ്വാസി എന്ന് പറഞ്ഞപ്പോൾ എവിടെയായിരിക്കും കിട്ടിയത്? വിശുദ്ധ മാമോദീസായിൽ അല്ലേ? വിശുദ്ധ മാമോദീസായിലൂടെയും മോറോൻ അഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നൽവരങ്ങൾ ഓരോ വിശ്വാസിക്കും ലഭിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഇനി വിശ്വാസിയാണെന്ന് പറഞ്ഞ് ആരും നടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല കേട്ടോ. അതുകൊണ്ട് ഉറച്ചു മനസ്സിലിരിക്കട്ടെ. ആരെങ്കിലും വന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയാൻ മടിക്കേണ്ട. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. മാമോദീസ തൊട്ടിയിൽ പുരോഹിതൻ ഞങ്ങളുടെ മേൽ വിശുദ്ധ മാമോദീസ ജലം തളിച്ച് വിശുദ്ധ മൂറോനും കൊണ്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടി. അതും കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരങ്ങൾ, ദാനങ്ങൾ ഓരോരുത്തർക്കും കൂടുതലായിട്ട് നൽകുന്നുണ്ട്. വൈദികരൊക്കെ അങ്ങനെ കിട്ടിയവരാ. ബാക്കിയുള്ളവർക്ക് കിട്ടിയതിനേക്കാൾ 1% കൂടുതലല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കിട്ടുന്നു. പക്ഷേ ആ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ ഓരോ വേലയ്ക്കായി വിളിച്ച് ചില പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു. ചില പ്രത്യേക കഴിവുകൾ ഓരോരുത്തർക്കും നൽകുന്നു. പുരോഹിതന്മാർക്കും അത്തരത്തിൽ ലഭിച്ച കഴിവാണ്. എന്തിനാണ്? ഇടയന്മാരായിരിക്കുവാൻ, ശുശ്രൂഷകൾ നടത്തുവാൻ, വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, ജനത്തെ നയിക്കുവാൻ, ജനം കർത്താവ് കൽപ്പിച്ചതായ കൽപ്പനകൾ വിട്ടു പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അവർക്ക് നേർവഴി ഓതിക്കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് പുരോഹിതന്മാർ. അവർക്ക് വട്ടം കൊടുക്കുമ്പോൾ മേൽപ്പട്ടക്കാർ നിന്ന് കൈ ആവസിപ്പിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപകൾ അവർക്ക് നൽകി അവരെ വിളിച്ച് വേർതിരിക്കുകയാണ്. 1% പരിശുദ്ധാത്മാവ് കൂടുതലല്ല കേട്ടോ. അപ്പോൾ പിന്നെ ചില ചോദിച്ചേക്കാൻ, ഈ പെന്തിക്കൊസ്തിയിൽ എന്താ കിട്ടുന്നത്? പെന്തിക്കൊസ്തി പെരുന്നാളിൽ പോയി കഴിയുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിനെ ആണല്ലോ ആവസിക്കുന്നത് എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം ലഭിക്കുന്നു പെന്തിക്കൊസ്തി പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ. പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് തരാനൊന്നുമില്ല, കാരണം മുഴുവനും മാമോദീസായി കിട്ടി. ഭാഗമായിട്ടല്ല പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം ലഭിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചാണ് കൊരിന്ത്യ സഭയിൽ വലിയ സംശയമുണ്ടായിരുന്നു. ഒരു സ്വയം പര്യാപ്തതയുടെ അന്ധമായ ഒരു ബോധം അവരിൽ ചിലരിൽ ഉണ്ടായിരുന്നു. എനിക്ക് ആവശ്യത്തിന് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്ത. ഞാൻ എല്ലാത്തിനും പോന്നവനാണ് അല്ലേ? നമുക്ക് വലിയ പ്രയാസമാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതായ അവസരത്തിൽ. എനിക്ക് ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ ആത്മാർത്ഥതയോടും ധൈര്യത്തോടും എഴുന്നേറ്റെന്ന് പറയും, വലിയ അഭിമാനമാണ് അതിൽ. സാധാരണ പറയാറുണ്ട്, വൃദ്ധരായ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു ദുഃഖമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും. ഇവിടെ പരിശുദ്ധാത്മാവിനെ ആവശ്യത്തിന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിനി ആരുടെയും യാതൊരു ഔദാര്യവും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ജനിച്ചു വീണ കാലം മുതൽ ഇത്രയും കാലം ഞാൻ ജീവിച്ച് വളർന്ന് വലുതായി ജോലി നോക്കുവാനും വിവാഹം കഴിക്കുവാനും മക്കളുണ്ടാകുവാനും എല്ലാം പ്രാപ്തയായി എന്തോരും പേരോട് നന്ദി പറഞ്ഞാൽ ഈ അവസ്ഥയിൽ എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പം മുതൽ നമ്മളെ സൂക്ഷിച്ച് പൊന്നുപോലെ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച് നമ്മളെ കാത്ത് സംരക്ഷിച്ച് വളർത്തിയ മാതാപിതാക്കൾ, സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചതായ അധ്യാപകർ, പള്ളിയിൽ നല്ല ഉപദേശങ്ങൾ തന്ന് നമ്മളെ പരിപാലിച്ചതായ വൈദികരും ആത്മീക സംഘടനാ പ്രവർത്തകരും, ജീവിതത്തിൽ പലതരത്തിൽ നമ്മളെ മുൻപോട്ട് തള്ളിവിട്ടതായ മറ്റു മനുഷ്യർ, എന്തോരം പേരോട് എത്ര ആളുകളോട് നന്ദി പറഞ്ഞാലാണ് നമുക്ക് അവസാനിപ്പിക്കാനാകുന്നത്. സാധാരണ സെമിനാരിയിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരമെങ്കിലും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയും. ഒരു ഡിവോഷണൽ ഒരു റീഡിംഗ് ഉണ്ടാകും. ആ റീഡിങ് ശ്രദ്ധിച്ചുകൊണ്ട് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയും. ഒരു കഥയുണ്ട്. ഒരിക്കലും ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒന്നും മിണ്ടൂല. സെമിനാരിയിൽ കുറച്ചൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുള്ളതായ മിണ്ടാതിരിക്കലാണ്. മിണ്ടിപ്പോയാൽ അടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഒരു സന്യാസി ഒന്നും മിണ്ടുകയില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, പ്രഭോ അങ്ങ് എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഓരോ ഉരുളയും വാരി ഉണ്ണുമ്പോൾ എത്ര പേരോട് നന്ദി പറഞ്ഞാൽ മതിയാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഭക്ഷണം എൻ്റെ മുമ്പിൽ വരുവാനായിട്ട്
ഇതിൻ്റെ ഭൂമി ഒരുക്കിയ ആള്, അവിടെ വിത്ത് വിതച്ചയാള്, അതിൽ കാളയെ പൂട്ടിയയാൾ അല്ലെങ്കിൽ ട്രാക്ടർ ഓടിച്ചയാള്, അത് കൊയ്തയാള്, മെതിച്ചയാള്, അതിനുശേഷം അത് അരിയാക്കി പിന്നെ അടുക്കളയിൽ കൊണ്ടുവന്ന് പാകം ചെയ്ത് ഇങ്ങനെ വെറുതെ എടുത്ത് ഭക്ഷിക്കുവാനുള്ള പരുവത്തിൽ എൻ്റെ മുമ്പിൽ തന്നതിന് ഞാൻ എത്ര പേരോട് നന്ദി പറയണം. നന്ദി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ എല്ലാം മൽപ്പാനപ്പച്ചൻ ഒരു അച്ഛനുണ്ടായിരുന്നു സെമിനാരിയിൽ. അദ്ദേഹം പറയാറുണ്ട്, നമ്മളെപ്പോഴും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കണം. മേശയിൽ വരുന്ന തേങ്ങാ ചമ്മന്തി വളരെ നല്ല രുചിയാണ്. പക്ഷേ അത് കൂട്ടുമ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ പറിച്ചവനെ നമ്മൾ ഓർക്കാറുണ്ടോ? എന്തോ ഒരു കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അവനത് പറിച്ച് താഴെ ഇട്ടത്. പിന്നെ അത് പൊതിച്ചവരെ നമ്മൾ ഓർക്കാറില്ല. അത് കറി വെച്ചവരെ നമ്മൾ ഓർക്കാറില്ല. അതെല്ലാം ഓർക്കണം എന്ന പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനുണ്ടായ അവസ്ഥ മുതൽ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും എത്രമാത്രം നന്ദി എത്ര പേരോട് പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് പരിശുദ്ധാത്മാവുണ്ട്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള ചിന്ത തെറ്റാണ്. അതാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. വിവിധ അവയവങ്ങൾക്കും വിവിധങ്ങളായ പ്രവൃത്തികളാണ് ഒരു ശരീരത്തിൽ. ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ ഒരു ശരീരമാവുകയുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കൂ. ശരീരത്തിൻ്റെ പ്രവർത്തനം പൂർത്തിയാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മദാനങ്ങൾ വിവിധങ്ങളാണ്. ഒരുവന് പാടാനുള്ളതായ കഴിവ്, മറ്റൊരുവന് പ്രസംഗിക്കാനായിട്ടുള്ളതായ കഴിവ്, വേറെ ഒരുവന് ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ളതായ കഴിവ്, വേറെ ഒരാൾക്ക് എല്ലാവരുടെയും കൂടെ നിന്ന് സഹായിക്കാനായിട്ടുള്ള കഴിവ്. അതിനൊരു കഴിവ് വേണം, അല്ലേ? നല്ല മനസ്ഥിതി വേണം സഹായിക്കാനായിട്ട്. ഒരാൾ അവശേഷിപ്പിച്ച് പോകുന്ന വൃത്തികേടൊക്കെ തൂത്തും തുടച്ചും ശരിയാക്കണമെങ്കിൽ താഴ്മയും വേണം, മനസ്സിൻ്റെ ഒരു അനുമതിയും വേണം. ഇല്ലാതെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ബുദ്ധി, ശക്തി, കായിക ബലം, പലതരത്തിലുള്ളതായ കഴിവുകൾ കൊടുത്ത് വിവിധ മനുഷ്യരെ സൃഷ്ടിച്ച് ദൈവം ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ ശരീരം പൂർണ്ണമാവുകയുള്ളൂ. ഒരു വരവും ഒരുവൻ്റെ സ്വത്തല്ല എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ മാത്രം ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. നല്ല പാട്ട് പാടാൻ കഴിവുള്ളവർ വിചാരിക്കും എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അഹങ്കാരമാവും, ഇതുകൊണ്ട് ഞാനങ്ങ് ജീവിക്കാനായിട്ട് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് കരുണ ചെയ്യാൻ, നന്മ ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്നില്ല. പലപ്പോഴും ഒറ്റമൂലി വൈദ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല കേട്ടോ. ഒറ്റമൂലി വൈദ്യന്മാരുടെ പ്രത്യേകത എന്താ? അവർക്കൊരു മരുന്നിൻ്റെ രഹസ്യം അറിയാമെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യമൊക്കെ കൊടുക്കും, സംശയമൊന്നുമില്ല. പക്ഷെ ആ മരുന്നിൻ്റെ രഹസ്യം ആരോടെങ്കിലും പറയില്ല. അത് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമായിട്ട് മാറ്റിവെക്കും. ഞാൻ കുറ്റം പറയുകയല്ല. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സഭയിലെ പെരുമാറ്റം എന്ന് പറയുന്നത്. എനിക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അബ്നോർമൽ മനുഷ്യൻ, നോർമൽ അല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നവനാണെന്നാണ് പറയുന്നത്. ശരിയായിട്ട് നോർമലായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും എൻ്റെ കഴിവുകളെ ഈ സമൂഹത്തിന് മുഴുവൻ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം തുറന്നു വയ്ക്കുന്നവനാണ് ശരിയായിട്ട് നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ. എൻ്റെ കഴിവുകൾ കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധനായി മുൻപോട്ട് വരുന്നവനാണ് യഥാർത്ഥമായിട്ട് നോർമലായിട്ടുള്ളതായ ഒരു മനുഷ്യൻ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ നമ്മുടെ സ്വന്തം സ്വത്ത് മാത്രമാണെന്ന് കരുതി ജീവിക്കാൻ ഇടയാകരുത്. എനിക്ക് മറ്റുള്ളവരോടും മറ്റുള്ളവർക്ക് എന്നോടും ഏറെ കടപ്പാടുണ്ട് എന്ന് ചിന്തിക്കുവാൻ എപ്പോഴും നമുക്ക് സാധിക്കണം. പരസ്പരമുള്ള കടപ്പാടുകളിൽ കൂടെ മാത്രമേ സഭാജീവിതവും സാമൂഹ്യ ജീവിതവും മുൻപോട്ട് സുഗമമായി പോവുകയുള്ളൂ. ഐസൊലേറ്റഡ് എൻറ്റിറ്റീസ് ആയിട്ട് എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുകയില്ല. അത് ക്രിസ്തീയവുമല്ല. ആരുടെ എല്ലാം കൃപ കൊണ്ടാണ് ഇത്രയും ഞാൻ വളർന്നത് എന്ന് എപ്പോഴും ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അനാവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യബോധത്തിൻ്റെ മറ്റൊരു പ്രത്യാഖ്യാതമാണ് കൂട്ടുകാരെ എല്ലാം ശത്രുക്കളായി കാണുക എന്നുള്ളത്.
പരിശുദ്ധാത്മാവിൻ്റെ ദാനം എൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ട് പിടിച്ചെടുത്തതാണ് എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ആർക്കാണ് കൂടുതൽ കഴിവ് എന്ന ചിന്തയാണ് അടുത്ത പടി. എനിക്കാണോ അവനാണോ കൂടുതൽ ശക്തി? അപ്പോൾ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ മറ്റവനെ ശത്രുവായി കാണാനായിട്ടുള്ള ഒരു പ്രവണത. നമുക്കെതിരാണ് അവൻ, നമുക്ക് അനുയോജ്യനല്ല എന്നുള്ളതായ ഒരു ചിന്ത. പൗലോസാണോ കീപ്പായാണോ അപ്പല്ലോസാണോ ആരാണ് കൂടുതൽ ശക്തിമാൻ എന്നതിൻ്റെ പേരിൽ കൊരിന്തിൽ വളരെയധികം ശത്രുത നിലനിന്നിരുന്നു. ഞാൻ പത്രോസിൻ്റെ പക്ഷക്കാരൻ, അവൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ. ഇവർ രണ്ടും തമ്മിൽ കണ്ണെടുത്താൽ കാണാൻ പാടില്ല. അവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. പൗലോസ്ലീഹ ചോദിക്കുന്നത് ഇതാണ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കണ്ണും വായും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ എങ്ങനെ ഇരിക്കും? മൂക്കും വായും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ എങ്ങനെ ഇരിക്കും? ഭക്ഷണം നല്ലതാണോ ഇല്ലയോ എന്നറിയുന്നത് പലപ്പോഴും മൂക്കുകൊണ്ടാണ്, അല്ലേ? അത് കഴിക്കാൻ പോകുമ്പോൾ ദുർഗന്ധം വന്നാൽ പിന്നെ ആരെങ്കിലും കഴിക്കുമോ? ഇല്ല. അതേസമയം മൂക്ക് സഹകരിച്ചില്ലെങ്കിലോ, എനിക്ക് മനസ്സില്ല, ഇത് ദുർഗന്ധമുള്ളതാണ്, ഇത് ചീഞ്ഞതാണെന്ന് നിന്നെ അറിയിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ വായു കൊണ്ട് അശുദ്ധ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു അവയവത്തിന് അല്പം ദൗർബല്യമുണ്ടായാൽ, വേദനയുണ്ടായാൽ ശരീരം മുഴുവനും വേദനപ്പെടുന്നു. ശരീരം മുഴുവനും ആ വേദനിക്കുന്ന ഭാഗത്തിൻ്റെ വേദന മാറ്റാനായിട്ട് പരിശ്രമിക്കുകയാണ്. കാല് വീണ് ഒടിഞ്ഞതാണോ, ഉറുമ്പ് കടിച്ചതാണോ, പാമ്പ് കടിച്ചതാണോ, എന്തായിരുന്നാലും കൈ വന്ന് സഹായിക്കാതിരിക്കില്ല, അല്ലേ? അതിന് പ്രത്യേകിച്ച് പറയണമെന്നില്ല. അതേസമയം കൈ പറയുകയാണ് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം. കൈ കാലിനെ ശത്രുവായി കാണാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? കണ്ണ് ചെവിയെ ശത്രുവായി കാണാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് എല്ലാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ അവയവങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഓരോ പ്രവർത്തനം നൽകിയിട്ടുണ്ട്. സഭയിലെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും. ഈ സഭയിലെ അവയവങ്ങളെല്ലാം പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടെ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സഭയുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. എൻ്റെ കയ്യിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് പറയുന്നവൻ മൂഢനാണ്, സംശയമില്ല. ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് വിഡ്ഢിതമാണ്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം. അങ്ങനെ പറയുന്നവനെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? അവൻ പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരി കേട്ടോ, പറയുന്നത് അവൻ്റെ ചിന്തയൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ അവനെ ആരെങ്കിലും അംഗീകരിക്കുമോ? ആരും അംഗീകരിക്കില്ല. അവനെ പുറത്ത് നിർത്തും എല്ലാവരും. അപ്പം അതുകൊണ്ട് പരസ്പരം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പരസ്പരം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതിലെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഇത് സഭയായാലും എക്യുമെനിക്കൽ രംഗത്തായാലും മതങ്ങൾ തമ്മിലുള്ളതായ സംഭാഷണത്തിൻ്റെ രംഗത്തായാലും എല്ലാം എൻ്റെ മുമ്പിലിരിക്കുന്നവൻ പറയുന്നത് കേട്ട് അതിലെ നന്മയെ മനസ്സിലാക്കുവാനും നന്മയെ അങ്ങോട്ട് കൊടുക്കുവാനും സാധിക്കുന്നു എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ക്രിസ്തീയ സഭയുടെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. അത് യഥാർത്ഥമായി ശരിയാവണ്ണം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ചിന്തിക്കണം. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കായിക ബലമുണ്ടായിരുന്നു, ദൈവത്തിലുള്ള ആശ്രയവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കായിക ബലം കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? ഒരു ബാലികയുടെ നിലവിളി കേട്ടു, അല്ലേ? ഒരു പട്ടണത്തിൻ്റെ മുഴുവൻ നിലവിളി കേട്ടു. അവിടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യാളി, ആരും അതിൻ്റെ അടുക്കിലേക്ക് അടുക്കാൻ മുതിരുന്നില്ല, ദൂരെ നിൽക്കുകയാണ്. അതേസമയം ഗീവർഗീസ് സഹദ ദൈവത്തിൽ പ്രാർത്ഥിച്ചുറച്ച വിശ്വാസം കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവം അവന് കൊടുത്തതായ ഒരു താലന്ത് അവൻ്റെ കായിക ശക്തി. ആ ശക്തി ഉപയോഗിച്ച് അവൻ ആ വ്യാളിയെ കൊന്ന് നശിപ്പിച്ച് ബാലികയെ രക്ഷിച്ചു, ഒരു പട്ടണത്തെ മുഴുവൻ രക്ഷിച്ചു. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കണം. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അവയവങ്ങൾ ഓരോന്നും പരസ്പരം സഹകരിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ശരീരത്തിന് വളർച്ചയുണ്ടാവൂ, ശരീരത്തിന് ജീവൻ നിലനിൽക്കുകയുള്ളൂ.
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും എന്നുള്ളത് ഓർക്കുക. പരിശുദ്ധനായ മാർ ഗീവർഗീസിനെ പോലെ സമൂഹത്തിന് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേലയച്ച് പുതുക്കി നമ്മളെ ഓരോരുത്തരെയും നന്മകൾ പ്രവർത്തിക്കുവാൻ സന്നദ്ധരും പ്രാപ്തരുമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടുവാനും കാണുവാനും ഈ വലിയ പെരുന്നാൾ ആഘോഷത്തിൽ സംബന്ധിക്കുവാനും ദൈവം അവസരം തന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും മറ്റ് ഇടവകയുടെ ഭാരവാഹികളോടും എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ റാസായിക്കുള്ളതായ സമയമാണ്. ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. കായേർത്തടുക്ക കുരിശുംതൊട്ടിയിലേക്ക് 2 ലൈനായിട്ട് പ്രദക്ഷിണം പോകുവാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മുമ്പിലായിട്ട് കുരിശും അലങ്കരിച്ച വാഹനവും അതിന് പിറകിലായിട്ട് ചെണ്ടമേളവും ബാൻഡ് സെറ്റും ഏറ്റവും അവസാനമായിട്ട് മേക്കട്ടിയും പുരോഹിതന്മാരും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ദേവാലയത്തിൽ മടങ്ങി വന്ന് ആശീർവാദവും എല്ലാവർക്കും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വർണ്ണവിഭിന്നമായിട്ടുള്ളതായ ആകാശ കാഴ്ചകൾക്കും അതുപോലെ തന്നെ ചെണ്ടമേളം കാണുവാനായിട്ടുള്ളതായ അവസരവും ഉണ്ട് എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടുന്ന് റാസ ആരംഭിക്കുമ്പോൾ തന്നെ ഉരുൾ നേർച്ചയും അതുപോലെ തന്നെ മുട്ടിന്മേലുള്ളതായ നേർച്ചയും നടത്തപ്പെടുന്നതാണ്. ഉരുൾ നേർച്ചയും മുട്ടിന്മേൽ ഉള്ളതായ നേർച്ചയും കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ പ്രദക്ഷിണം പുറപ്പെടുന്നതായ സമയത്ത് തന്നെ അത് നിർവഹിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം കൂടി ಈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ಈಗಾಗಲೇ ನಮ್ಮ ಮೆರವಣಿಗೆ ಆರಂಭಿಸಲು ಬೇಕಾದಂತಹ ಕ್ರಮೀಕರಣಗಳನ್ನು ನಾವು ಕೈಗೊಂಡಿರುತ್ತೇವೆ. ಪ್ರಥಮವಾಗಿ ಮೆರವಣಿಗೆ ಹೋಗುವಾಗ ಮುಂದೆ ಶಿಲುಬೆ, ಅದರ ಹಿಂದ್ಗಡೆ ಅಲಂಕರಿಸಿದಂತಹ ವಾಹನ, ಅದರ ಹಿಂದೆ ಚೆಂಡಮೇಳಂ, ಅದರ ಹಿಂದೆ ಬ್ಯಾಂಡ್ ಸೆಟ್, ಕೊನೆಯದಾಗಿ ಪುರೋಹಿತರು ಆ ಮೆರವಣಿಗೆಯಲ್ಲಿ ಭಾಗವಹಿಸಲಿದ್ದಾರೆ. ಎಲ್ಲರೂ 2 ಲೈನ್ ಆಗಿ ನಿಂತುಕೊಂಡು ಕಾಯರ್ತಡಕ ಶಿಲುಬೆಯವರೆಗೆ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ವಿನಯಪೂರ್ವಕವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಇಲ್ಲಿಂದ ಮೆರವಣಿಗೆಯು ಆರಂಭಿಸುವಂತಹ ಸಮಯದಲ್ಲಿ ಉರುಳು ಸೇವೆ ಮಾಡುವಂತಹ ಭಕ್ತಜನಗಳಿಗೂ ಅದೇ ರೀತಿ ಮೊಣಕಾಲ ಮೇಲೆ ನಡೆಯುವಂತಹ ಭಕ್ತಜನಗಳಿಗೂ ಅದನ್ನು ನಿರ್ವಹಿಸುವಂತಹ ಸಮಯ ಕೂಡ ಅದಾಗಿದೆ ಎಂಬುದಾಗಿ ಈ ಸಮಯದಲ್ಲಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಎಲ್ಲ ಭಕ್ತಜನಗಳು ನಮಗೆ ನಡೆಯುವುದಕ್ಕೆ ಸಾಧ್ಯವಾದಂತಹ ಎಲ್ಲ ಭಕ್ತಜನಗಳು ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ 2 ಲೈನ್ ಆಗಿ ನಿಂತುಕೊಂಡು ನಿಮ್ಮ ಹರಕೆ ಕಾಣಿಕೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ಪೂರೈಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ವಿನಯಪೂರ್ವಕ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ഇവിടെ നിന്ന് പ്രദക്ഷിണം ആരംഭിക്കുന്നതായ സമയത്ത് തന്നെ ഉരുൾ നേർച്ചയും അതുപോലെ തന്നെ മുട്ടിന്മേലുള്ളതായ നേർച്ചയും ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാ ഭക്താദികളും ഈ എല്ലാ നേർച്ച കാഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പള്ളിക്കകത്ത് ധൂപപ്രാർത്ഥനയും അതിനുശേഷം 2 ലൈനായിട്ട് നമ്മുടെ പ്രദക്ഷിണവും ആരംഭിക്കുന്നതാണ്. എല്ലാവരും അതിൽ ഭാഗവക്കാകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.
ഇപ്പോൾ ഉരുൾ നേർച്ചയും അതുപോലെ തന്നെ മുട്ടിന്മേലുള്ളതായ നേർച്ചകളും മാത്രമാണ് നടക്കുന്നത്. അടിമയും പിടിപ്പണവും അങ്ങനെയുള്ളതായ വഴിപാട് കാര്യങ്ങൾ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതായ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നാളെ രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതായ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇപ്പോൾ ധൂപപ്രാർത്ഥനയും തുടർന്ന് പ്രദക്ഷിണവും ആരംഭിക്കുന്നതാണ്. നിന്നാൽ സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യായോ ഹാലേ ലൂയ നിൻവലമായി രാജഭാമിനിയം മോഹിപ്പാൻ ഹാലേ ലൂയായോ ഹാലേ ലൂയ നിഞ്ജനമോർക്കായി ബാറക്കുമോ ഓലം വാദാമുൽ ഓലം ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നുസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്ത പക്കലപേക്ഷയണേക്കേണം സ്തോമൻ കാലസ്കുരിയേലായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിന് കോട്ട ബാറക്കുമോ പ്രസവിത്രീ കന്യകമറിയാമേ എന്നുയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹേ മേലേനോവ മോറാനീശോ കുരിശും നിൻ കോപത്തിൻ വടികളെയും മാച്ചിടേണം സ്വർഗരാജ്യേ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ സർവചരാചര പാലകനെ ഭൂവിലയച്ചവനെ സുരവര സംഗീതനായകനെ സ്വജനത്തിനു വരദായകനെ മംഗളമായി തീരണമി പേരുള്ള റാസ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നതായ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ റാസയിൽ പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുക എന്നുള്ളതാണ്. എല്ലാവരും തന്നെ ഈ റാസയിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആരും തന്നെ മാറി നിൽക്കാതെ ദൈവം ഈ കോവിഡ് കാലത്തും തൻ്റെ ചിറകിൻ കീഴെ നമ്മളെ കാത്തു പരിപാലിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇത്രത്തോളം നമ്മെ വഴി നടത്തിയതായ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് തന്നതായ അവസരമാണല്ലോ. അത് പാഴാക്കാതെ നഷ്ടപ്പെടുത്താതെ എല്ലാ ഭക്താദികളും ഈ റാസയിൽ പ്രദക്ഷിണത്തിൽ പങ്കുചേരുവാനായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ಓರ್ಮಪಡುತ್ತುകയും അറിയിക്കുകയും ചെയ്യുന്നു. ಈಗಾಗಲೇ ನಮ್ಮ ಮೆರವಣಿಗೆ ಆರಂಭಿಸಿದ್ದು. ಈ ಕೋವಿಡ್ ಕಾಲದಲ್ಲೂ ದೇವರು ನಮ್ಮನ್ನು ಕಾತು ಸಂರಕ್ಷಿಸಿದ್ದಾನೆ. ಆ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಮರ್ಪಿಸುವುದಕ್ಕೋಸ್ಕರ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಭಕ್ತಜನರಾದ ನೀವೆಲ್ಲರೂ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ಮತ್ತೊಮ್ಮೆ ಮಗದೊಮ್ಮೆ ನಿಮ್ಮದಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಯಾರು ಕೂಡ ಇಲ್ಲಿ ನಿಲ್ಲದಂತೆ ಎಲ್ಲರೂ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಂಡು ಸಂತ ಜಾರ್ಜರ ಕೃಪೆಗೆ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ വിനയപൂർവക കേളിക്കൊള്ളുത്ത ഇದ್ದೇನೆ. ഈ ഗ്രൗണ്ടിൽ ആരും തന്നെ നിൽക്കാതെ
എല്ലാവരും പ്രദക്ഷിണത്തിന് റാസായിക്ക് പോകുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളതായ കാര്യം കൂടി ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും തന്നത് ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുവാനായിട്ട് നാം അത് വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത് മൂലം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ ഭക്തജനങ്ങളും ഈ റാസായിൽ പ്രദക്ഷിണത്തിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവരും ഈ റാസയിൽ പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു നേർച്ച, മുട്ടിന്മേലുള്ളതായ നേർച്ചകൾ കഴിക്കുവാനായിട്ടുള്ളവർക്ക് അത് നിറവേറ്റുവാനായിട്ടുള്ളതായ ಅವಸರമാണ് ഇപ്പോൾ. ಉರುಳು ಸೇವೆ ಅದೇ ರೀತಿ ಮೊಣಕಾಲಲ್ಲಿ ನಡೆಯುವಂತಹ ಹರಕೆಗಳನ್ನು ಕೋರಿದವರಿಗೆ ಅದನ್ನು ಪೂರ್ತಿಗೊಳಿಸುವಂತಹ ಸಮಯವಾಗಿದೆ ಇದೀಗ. ಅದನ್ನು ನೀವು ಆದಷ್ಟು ಬೇಗ ಪೂರ್ತಿಗೊಳಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಈ ಸಮಯದಲ್ಲಿ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ഭക്താദികളുടെ ശ്രദ്ധയ്ക്ക് റാസ ആരംഭിച്ചിരിക്കുന്നു, പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവരും തന്നെ ഈ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ കോവിഡിന്റെ മഹാമാരിയിലും ദൈവം തന്റെ ചിറകിൻ കീഴിൽ നമ്മളെ കാത്തു പരിപാലിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ എത്രത്തോളം വഴി നടത്തിയതായ ആ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയതായ അവസരമാണല്ലോ ഈ വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെരുന്നാളിൽ അതിന്റെ പ്രദക്ഷിണത്തിൽ റാസയിൽ സംബന്ധിക്കുമ്പോഴാണ് അത് അനുഗ്രഹപൂർണമായിട്ട്
അതുപോലെ തന്നെ ഒരു നേർച്ച നടത്തുവാനായിട്ടുള്ളവർക്ക് അത് നിർവഹിക്കുവാനുള്ളതായ അവസരമാണ്. ഇപ്പോൾ മുട്ടിന്മേൽ നേർച്ച നടത്തുന്നവർക്കും അതും നിർവഹിക്കുവാനായിട്ടുള്ളതായ അവസരമാണ്. ബാക്കിയുള്ളതായ നേർച്ച കാഴ്ചകളെല്ലാം നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതായ കാര്യം കൂടെ നിങ്ങളെ ഒരിക്കൽ കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. ಉರುಳು ಸೇವೆ ಮಾಡುವಂತಹ ಭಕ್ತಾದಿಗಳು ಅದೇ ರೀತಿ ಮೊಣಕಾಲೂರಿ ನಡೆಯುವಂತಹ ಭಕ್ತಾದಿಗಳಿಗೆ ಅದನ್ನು ಪೂರ್ತೀಕರಿಸುವಂತಹ ಸಮಯ ಇದೀಗ. ಅದನ್ನು ದಯಮಾಡಿ ಈ ಸಮಯದಲ್ಲಿ ಪೂರ್ತೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ವಿನಯಪೂರ್ವಕ ವಿನಂತಿಸುತ್ತಾ ಇದ್ದೇನೆ.
പ്രവർത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതില്ല. യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒഴിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവന്റെ ഹൃദയത്തിൽ പുതിയ ഒരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. സ്വർഗ്ഗസ്ഥ പിതാവേ,
ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു. എന്നാൽ അവ എണ്ണിക്കൂടാതൊന്നും അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അഗ്രഹങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിരതയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. യഹോവേ, എന്നെ വിളിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാട് നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ.
അവസാനിച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ളതായ അവസരം നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും എന്നതായ കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കുകയും ಓರ್ವಪಡಿಸುವುದೆಯೂ ചെയ്യുന്നു. ಇನ್ನು ಉರುಳು ಸೇವೆ ಅದೇ ರೀತಿ ಮೊಣಕಾಲಲ್ಲಿ ನಡೆಯುವಂತಹ ಯಾವುದಾದರೂ ಹರಕೆಗಳು ಬಾಕಿ ಇದ್ದಲ್ಲಿ ಅದನ್ನು ನಾಳೆ ಪೂರ್ತೀಕರಿಸಲು ನಿಮಗೆ ಅವಕಾಶವಿದೆ ಎಂಬುದನ್ನು ಈ ಸಲ ನಿಮಗೆ ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಮೆರವಣಿಗೆಯು ಹಿಂದೆಲೆಗೆ ಬರುವಾಗ 2 ಶಿಲುಬೆಯ ಕಡೆಗಳಲ್ಲಿ ಧೂಪಪ್ರಾರ್ಥನೆ ಇರುವುದರಿಂದ ಅಲ್ಲಿ ಸುತ್ತಲೂ ಇರುವಂತಹ ಭಕ್ತಾದಿಗಳು ಅಲ್ಲಿಂದ ಅವರಿಗೆ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಮಾಡುವುದಕ್ಕೋಸ್ಕರ ಅನುವು ಮಾಡಿಕೊಡಬೇಕಾಗಿ ಭಕ್ತ ಜನರಲ್ಲಿ ವಿನಂತಿಸುತ್ತಾ ഇದ್ದೇನೆ. പ്രദക്ഷിണം റാസ മടങ്ങി വരുമ്പോൾ കുരിശുതൊട്ടികളിൽ ധൂപപ്രാർത്ഥന ഉള്ളതുകൊണ്ട് കുരിശുതൊട്ടിക്ക് ചുറ്റും നിൽക്കുന്നതായ ഭക്താദികൾ അവിടെ നിന്നും അല്പം മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നതായ കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ റാസ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കുരിശടിയിൽ ഉള്ളതായ ആളുകൾ അവിടെ ധൂപപ്രാർത്ഥന നടത്തുവാൻ വേണ്ടുന്നതായ ക്രമീകരണങ്ങൾക്കായിട്ട് അല്പം മാറി നിന്ന് സഹകരിക്കണം എന്നതായ കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. റാസ പ്രദക്ഷിണം മടങ്ങി വന്നു കഴിയുമ്പോൾ ദേവാലയത്തിനകത്ത് എല്ലാവർക്കും പ്രവേശിക്കുക. അതിനുശേഷം വാഴ്വ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും ഭാഗവക്കാകുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നതായ കാര്യം കൂടി അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എന്റെ മീതെ കടന്നു പോകുന്നു. പകൽ നേരത്ത് തന്റെ നേലൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. വഴിപാടുകൾ കഴിക്കുവാനായിട്ടുള്ളവർക്ക് അതിനുള്ളതായ അവസരം ദേവാലയത്തിന്റെ അകത്തും പുറത്തും ഉണ്ട് എന്നുള്ളതായ കാര്യം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. രൂപങ്ങളും അതുപോലെ തന്നെ ആൾരൂപങ്ങൾ നേർച്ചയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളവർക്ക് അത് ദേവാലയത്തിനകത്തും ദേവാലയത്തിന്റെ പുറത്തുള്ളതായ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ಎನ್ನುವುದನ್ನು അറിയിക്കുന്നു. ಬೆಳ್ಳಿಯ ರೂಪಗಳನ್ನು ಮಾಡಿ ಬಂದಿರುವಂತ ಭಕ್ತರಿಗೆ ಅದನ್ನು ಸಮರ್ಪಿಸಲು ದೇವಾಲಯದ ಒಳಗೆ ಮತ್ತು ದೇವಾಲಯದ ಹೊರಗಡೆ ಕಾಣಿಕೆ ಡಬ್ಬಿಗಳನ್ನು ಇಟ್ಟಿದ್ದೇವೆ. ಅದರಲ್ಲಿ ನೀವು ಮಾಡಿ ತಂದಂತಹ ರೂಪಗಳನ್ನು ಸಮರ್ಪಿಸಲು ನಿಮಗೆ ಮುಕ್ತವಾದಂತಹ ಅವಕಾಶವಿದೆ ಎಂಬುದನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. നമ്മുടെ റാസ പ്രദക്ഷിണം മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും റാസയെ സ്വീകരിക്കുവാനായിട്ട് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ചെയ്യണം. റോഡ് സൈഡിൽ നിന്നും ദേവാലയത്തിലേക്ക് വരുമ്പോൾ 2 സൈഡിലുമായിട്ട് ഒതുങ്ങി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ನಮ್ಮ ಮೆರವಣಿಗೆಯು ಹಿಂದಿರುಗಿ ಬರುತ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಜನಗಳು ಆ ಮೆರವಣಿಗೆಯನ್ನು ಸ್ವೀಕರಿಸಲು
ಕಾಂಪೌಂಡ್ ಒಳಗೆ ಇರುವಂತಹ ದಾರಿಯನ್ನು ಬಿಟ್ಟುಕೊಡಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶಿಲುಬೆ ಅಡಿಯಲ್ಲಿ ಸುತ್ತಲೂ ನಿಂತಿರುವಂತಹ ಭಕ್ತಜನಗಳು ಆ ಮೆರವಣಿಗೆಯನ್ನು ಸ್ವೀಕರಿಸಲು ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಲ್ಲಿಸಲು ಅವಕಾಶಕ್ಕಾಗಿ ಅಲ್ಲಿಂದ ಸ್ವಲ್ಪ ದೂರದಲ್ಲಿ ನಿಲ್ಲಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ನಾಳೆ ಬೆಳಿಗ್ಗೆ 7:30ಕ್ಕೆ ಪ್ರಭಾತ ಪ್ರಾರ್ಥನೆ, ಅದೇ ರೀತಿ ದಿವ್ಯ ಬಲಿಪೂಜೆ, ಉಳಿದಂತಹ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸುವುದಕ್ಕೆ ಅವಸರ, ಅದೇ ರೀತಿ ಅನ್ನ ಸಂತರ್ಪಣೆ, ಅದೇ ರೀತಿ ಭವ್ಯವಾದಂತಹ ಮೆರವಣಿಗೆ, ಎಲ್ಲ ಆಶೀರ್ವಾದ ಇತ್ಯಾದಿ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿದೆ ಎಂಬುದನ್ನು ನಿಮಗೆ ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. ನಾಳೆ രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പെരുന്നാൾ സന്ദേശവും അതുപോലെ തന്നെ ജോർജിയൻ പുരസ്കാര സമർപ്പണവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ലേലവും സ്ലീബ എഴുന്നള്ളിപ്പും ഉരുൾ നേർച്ചയും കുഞ്ഞുങ്ങളെ അടിമവെക്കുവാനായിട്ടുള്ളതായ അവസരവും ഉണ്ട് എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ಭಕ್ತವರ್ಗದ ಸಮಸ್ಯೆಗಳಿಗೆ ಪ್ರಾರ್ಥನೆಯ ಮೂಲಕ ಪರಿಹಾರವನ್ನು ಒದಗಿಸಿ ಶಾಂತಿ ನೆಮ್ಮದಿಯನ್ನು ಒದಗಿಸುವ ಧಾರ್ಮಿಕ ಕೇಂದ್ರಗಳ ಪೈಕಿ ಪ್ರಸಿದ್ಧ ತಾಣಗಳಲ್ಲಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಕಡಬ ತಾಲೂಕಿನ ಇಚಲಂಪಾಡಿಯ ಸೈಂಟ್ ಜಾರ್ಜ್ ಆರ್ಥೋಡಾಕ್ಸ್ ಸಿರಿಯನ್ ಚರ್ಚ್ ಕೂಡ ಒಂದು. ಮಂಗಳೂರು ಬೆಂಗಳೂರು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯ ನಡುವೆ ಸಿಗುವ ನೆಲ್ಯಾಡಿಯಿಂದ ಕೇವಲ 9 ಕಿಲೋಮೀಟರ್ ದೂರದಲ್ಲಿರುವ ಈ ಚರ್ಚ್ ನಿತ್ಯ ಪ್ರವಾಸಿಗರನ್ನ ಭಕ್ತಾದಿಗಳನ್ನ ತನ್ನತ್ತ ಸೆಳೀತಾ ಇದೆ. ಈ ಮೂಲಕ ಪ್ರಮುಖ ಶ್ರದ್ಧಾ ಕೇಂದ್ರವಾಗಿ ಗುರುತಿಸಿಕೊಂಡಿದೆ. ವಿಶಾಲವಾದ ಪ್ರವೇಶ ದ್ವಾರ, ಸುಂದರ ಧ್ವಜಸ್ತಂಭ, ಸಂತ ಜಾರ್ಜರ ಪ್ರಾರ್ಥನಾ ಕೇಂದ್ರ, ಚರ್ಚ್ ಕಟ್ಟಡಗಳು ಅತ್ಯಾಕರ್ಷಕವಾಗಿ ನಿರ್ಮಾಣಗೊಂಡಿದ್ದು ಭಕ್ತಾದಿಗಳನ್ನ ಸ್ವಾಗತಿಸುತ್ತದೆ. ಇಚಲಂಪಾಡಿಯ ಸೈಂಟ್ ಜಾರ್ಜ್ ಆರ್ಥೋಡಾಕ್ಸ್ ಸಿರಿಯನ್ ಚರ್ಚ್ನ ಸ್ಥಾಪನೆಯು 1953ರಲ್ಲಿ ಕೇರಳದಿಂದ ವ್ಯವಸಾಯ ನಿಮಿತ್ತ ವಲಸೆ ಬಂದ ಸಿರಿಯನ್ ಕ್ರಿಶ್ಚಿಯನ್ನರ ಆಧ್ಯಾತ್ಮಿಕ ಬೇಡಿಕೆಗಳ ಪೂರೈಕೆಗೋಸ್ಕರ ಸ್ಥಾಪನೆಯಾಯಿತು. ಕ್ರಿಸ್ತಶಕ 52ರಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತರ 12 ಶಿಷ್ಯ ವೃಂದದಲ್ಲಿ ಒಬ್ಬರಾದ ಸಂತ ಥೋಮಸರಿಂದ ಈ ಸಭೆಯ ಸ್ಥಾಪನೆಯಾಯಿತು. ಈ ಭಾರತೀಯ ಮಲಂಕರ ಆರ್ಥೋಡಾಕ್ಸಿನ ಧರ್ಮಪೀಠವು ಕೇರಳದ ಕೊಟ್ಟಾಯಂನಲ್ಲಿನ ದೇವಲೋಕಂ ಎಂಬ ಸ್ಥಳದಲ್ಲಿ ಹೊಂದಿದ್ದು, ನಿತಾಂತ ವಂದ್ಯ ದಿವ್ಯ ಮಹಾಮಹಿಮ ಶ್ರೀ ಮೋರಾನ್ ಮಾರ್ ಬೆಸೇಲಿಯೋಸ್ ಮಾರ್ಥೋಮಾ ಮ್ಯಾಥ್ಯೂಸ್ ತೃತೀಯನ್ ಕಾಥೋಲಿಕೋಸ್ ಇವರು 92ನೇ ಉತ್ತರಾಧಿಕಾರಿಯಾಗಿ ಸಿಂಹಾಸನಾರೂಢರಾಗಿದ್ದಾರೆ. ಇಚಲಂಪಾಡಿ ದೇವಾಲಯವು ಭಾರತೀಯ ಮಲಂಕರ ಆರ್ಥೋಡಾಕ್ಸಿನ ಬ್ರಹ್ಮಾವರ ಧರ್ಮ ಪ್ರಾಂತ್ಯ ವಲಯಕ್ಕೆ ಸೇರಿದ್ದು, ಅತಿ ವಂದನೀಯ ಯಾಕೋಬ್ ಮಾರ್ ಏಲಿಯಾಸ್ ಮೆತ್ರಾಪೋಲಿತ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿದ್ದಾರೆ. ತ್ರಿಯೇಕ ದೇವರ ಧನ್ಯನಾಮಕ್ಕೆ ಮಹತ್ವ ಉಂಟಾಗಲಿ. 1953ರಲ್ಲಿ ಇಚಲಂಪಾಡಿಯ ಈ ಸಣ್ಣ ಗ್ರಾಮದಲ್ಲಿ ಸಂತ ಜಾರ್ಜರ ಹೆಸರಿನಲ್ಲಿ ಸ್ಥಾಪಿತವಾಗಿರುವಂತಹ ಈ ದೇವಾಲಯವು ಕಳೆದ 69 ವರ್ಷಗಳಿಂದಲೂ ಇಚಲಂಪಾಡಿ ಹಬ್ಬ ಎಂದೇ ಪ್ರಸಿದ್ಧವಾಗಿರುವಂತಹ ಸಂತ ಜಾರ್ಜರ ಹಬ್ಬವು ಪ್ರತಿ ವರ್ಷ ಮೇ ತಿಂಗಳ 1ನೇ ತಾರೀಕಿನಿಂದ 7ನೇ ತಾರೀಕಿನವರೆಗೆ ಅತಿ ವಿಜೃಂಭಣೆಯಿಂದ ಸಹಸ್ರಾರು ಜನಗಳ ಸನ್ನಿಧಿಯಲ್ಲಿ ಅವರ ಸಹಕಾರದೊಂದಿಗೆ ಇಲ್ಲಿ ನಡೆಯುತ್ತಾ ಇರುತ್ತದೆ. ಮುಖ್ಯವಾಗಿಯೂ ನಮಗೆ ನೋಡ್ಬೋದು, ಈ ದೇವಾಲಯಕ್ಕೆ ಆಗಮಿಸುವಾಗ ನಮ್ಮ ಆರ್ಚ್ ಅದೇ ಎಲ್ಲರನ್ನೂ ಸ್ವಾಗತಿಸುತ್ತಾ ಇರುತ್ತದೆ. ನಮ್ಮ ಸಂತ ಜಾರ್ಜರ ನಾಮದಲ್ಲಿ ಸ್ಥಾಪಿತವಾಗಿರುವಂತಹ ಈ ದೇವಾಲಯದಲ್ಲಿ ಕಳೆದ
69-70 ವರ್ಷದಿಂದ ಒಂದು ಸಣ್ಣ ಗೇಟ್ ಆಗಲಿ ಸೆಕ್ಯೂರಿಟಿ ಆಗಲಿ ಯಾರೂ ಕೂಡ ಇಲ್ಲ. ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲರಿಗೂ ಇದಕ್ಕೆ ಅವಕಾಶವಿದೆ. ಬಂದು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಮಾಡಿ ತಮ್ಮ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸಲು ಬೇಕಾದಂತಹ ಅನುವು ನಾವು ಮಾಡಿಕೊಟ್ಟಿದ್ದೇವೆ. ಯಾಕಂದರೆ ಗೇಟೊಂದು ನಾವು ಇಟ್ಟಿದ್ದರೆ ಅಲ್ಲಿಗೆ ಜನರಿಗೆ ಬರುವಂತಹ ಆ ಒಂದು ಅಸೆಸ್ ಕಡಿಮೆ ಆಗ್ಬೋದು ಅಥವಾ ನಮ್ಮನ್ನು ತಡೆ ಹಾಕಿದಾಗಿ ಆಗ್ಬೋದು ಅಂತಹ ಒಂದು ಅನಿಸಿಕೆ ಆಗಿರ್ಬೋದು ಜನರಿಗೆ ಬರುವಂಥದ್ದು. ಆದ್ದರಿಂದ ಅಲ್ಲಿ ಯಾವುದೇ ಇದು ಬೇಡ, ಎಲ್ಲರೂ ಬಂದು ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಅವರ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಮೇ 1ನೇ ತಾರೀಕಿನಿಂದ 7ನೇ ತಾರೀಕಿನವರೆಗೆ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಉಪವಾಸದೊಂದಿಗೆ ಅದನ್ನು ಸಲ್ಲಿಸ್ತಾ ಬರ್ತಾ ಒಂದು ವಾಡಿಕೆ ನಮ್ಮಲ್ಲಿ ರೂಢಿಯಲ್ಲಿದೆ. ಮೆರವಣಿಗೆ ಹೋಗುವ ಟೈಮಲ್ಲಿ ನೀವು ನೋಡಿದರೆ ಗೊತ್ತಾಗ್ಬೋದು, ಮೊಣಕಾಲೂರಿ ನಡೆಯುವವರು, ತಲೆ ಮೇಲೆ ಕಲ್ಲಿಟ್ಟುಕೊಂಡು ಹೋಗುವವರು, ಇದೆಲ್ಲ ನಾವು ಮಾಡಿದಂತಲ್ಲ. ಜನರು ಅವರ ವಿಶ್ವಾಸದಿಂದ ಅವರಿಗೆ ಒಂದೊಂದು ತೊಂದರೆಗಳು ಅಥವಾ ಪ್ರಯಾಸಗಳು ಬರುವಾಗ ಅವರೇ ಮಾಡಿದಂತಹ ಒಂದು ವಾಡಿಕೆಯಾಗಿದೆ. ಕೇವಲ 50 ಕುಟುಂಬಗಳು ಮಾತ್ರ ಇರುವಂತಹ ಈ ದೇವಾಲಯದಲ್ಲಿ ಮೇ 1ರಿಂದ 7ನೇ ತಾರೀಕಿನವರೆಗೆ ನಾವು ನೋಡುವಾಗ ಅನೇಕ ಜನಗಳು ಈ ಗ್ರೌಂಡಲ್ಲಿ ನಿಲ್ಲಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಂತಹ ಜನಗಳು ಬಂದು ಸೇರಿ ಅವರ ಹರಕೆ ಕಾಣಿಕೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಮರ್ಪಿಸಿ ದೇವರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗಿ ಹೋಗುವಂತಹ ಸಂತೋಷದ ನಿಮಿಷವನ್ನು ನೋಡುವಾಗ ನಾವು ಕೂಡ ದೇವರಲ್ಲಿ ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಅವರ ಹರಕೆಗಳು ಅವರ ಆಸೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ಸ್ವರ್ಗದಲ್ಲಿರುವಂತಹ ಆ ದೇವರು ಈಡೇರಿಸಲಿ ಎಂಬುದಾಗಿ ನಾವು ಖಂಡಿತವಾಗಿ ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದೇವೆ. 1ನೇ ತಾರೀಕಿನಿಂದ 7ನೇ ತಾರೀಕಿನವರೆಗೆ ಪ್ರತಿದಿನ ಬೆಳಿಗ್ಗೆ 7 ಗಂಟೆಗೆ ಪ್ರಭಾತ ಪ್ರಾರ್ಥನೆ, ಅದಾದ ಮೇಲೆ ಪವಿತ್ರವಾದಂತಹ ದಿವ್ಯ ಬಲಿಪೂಜೆ, ಆಶೀರ್ವಾದ ಇದೆಲ್ಲ ನಡೀತಾ ಇದೆ. ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆ ಏನಿದೆಯೋ, ಪ್ರಾರ್ಥನೆ ಏನಿದೆಯೋ ಅದು ನಮಗೂ ನಮ್ಮ ಕುಟುಂಬಗಳಿಗೂ ನಮ್ಮ ದೇಶಗಳಿಗೂ ನಮ್ಮ ರಾಜ್ಯಕ್ಕೂ ಅದು ಯಾವತ್ತೂ ಶಾಶ್ವತವಾದಂತಹ ಸಮಾಧಾನ ಶಾಂತಿಯನ್ನು ನೆಲೆಸುವಂತೆ ಮಾಡಲಿ. ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ, ಅನುಗ್ರಹಿಸಲಿ. ಚರ್ಚ್ ಸ್ಥಾಪನೆಯಾದ ದಿನದಿಂದ ಇಂದಿನವರೆಗೂ ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಈ ಪ್ರದೇಶದ ಭಕ್ತಾದಿಗಳು ಇಲ್ಲಿಗೆ ಭೇಟಿ ನೀಡುತ್ತಿದ್ದಾರೆ. ನಿತ್ಯ ನೂರಾರು ಮಂದಿ ಯಾತ್ರಾರ್ಥಿಗಳು ಭೇಟಿ ನೀಡುವ ಈ ಚರ್ಚ್ನ ವಿಶೇಷತೆ ಎಂದರೆ ಇಲ್ಲಿ ಚರ್ಚ್ಗೆ ಯಾವುದೇ ಗೇಟ್ ಇಲ್ಲದೆ ಇರುವುದು. ಚರ್ಚ್ ಆರಂಭದಿಂದಲೂ ಇಲ್ಲಿ ಯಾವುದೇ ಗೇಟ್ ಇಲ್ಲದೆ ಇದ್ದು ಯಾವ ಭಕ್ತಾದಿಗಳು ಕೂಡ ಬಂದು ಪ್ರಾರ್ಥನೆ ಹರಕೆ ಸಲ್ಲಿಸಲು ಅವಕಾಶ ನೀಡಲಾಗಿದೆ. ಜೊತೆಗೆ ಇಲ್ಲಿ ವಿವಿಧ ತೆರನಾದ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸುವುದು, ಶಿಲುಬೆ ಹಿಡಿದು ಮೆರವಣಿಗೆ ಹೋಗುವುದು, ಉರುಳು ಸೇವೆ, ಮೊಣಕಾಲ ಮೇಲೆ ನಡೆಯುವುದು, ಮೇಣದ ಬತ್ತಿ ಉರಿಸುವುದು, ಕೋಳಿ ಹಾಗೂ ಅಪ್ಪವನ್ನ ಹರಕೆಯಾಗಿ ತರುವುದು, ಮಕ್ಕಳನ್ನು ದೇವರ ಮುಂದೆ ಸಮರ್ಪಿಸಿ ಪ್ರಾರ್ಥಿಸುವುದು, ವಿವಿಧ ಬಗೆಯ ಆರೋಗ್ಯ ಸಮಸ್ಯೆಗಳಿಂದ ಕಾಡ್ತಾ ಇರುವ ಮಕ್ಕಳನ್ನ ಸಮರ್ಪಿಸಿ ಪ್ರಾರ್ಥಿಸುವುದು, ದೇವಾಲಯದ ಆರಾಧನೆಗೆ ಬೇಕಾದ ವಸ್ತುಗಳನ್ನು ನೀಡುವುದು, ದಿವ್ಯ ಬಲಿಪೂಜೆಗೆ ಹಾಗೂ ಇತರ ಪ್ರಾರ್ಥನೆಗೆ ಹೆಸರನ್ನು ನೀಡುವುದು, ವಿವಿಧ ತೆರನಾದ ಸಮಸ್ಯೆಗಳಿಗೆ ತದರೂಪವನ್ನು ನೀಡಿ ಪ್ರಾರ್ಥಿಸುವುದು ಮುಂತಾದ ಹರಕೆಗಳನ್ನು ಪ್ರಧಾನವಾಗಿ ಇಲ್ಲಿ ಸಲ್ಲಿಸಲಾಗುತ್ತದೆ. ಹರಕೆ ಕಾಣಿಕೆಗಳ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ ಪ್ರಧಾನವಾಗಿಯೂ ಇಲ್ಲಿ ಜನರು ಕೋಳಿ ಹರಕೆಯನ್ನು ತುಂಬ ಜಾಸ್ತಿಯಾಗಿ ಮಾಡುತ್ತಾ ಇರ್ತಾರೆ. ಅದು ಕೂಡ ನಾಟಿ ಕೋಳಿಯನ್ನು ಜನರು ತಮ್ಮ ಮನೆಯಲ್ಲಿ ಸಾಕಿ ಬೆಳೆಸಿ ಅದನ್ನು ದೇವಾಲಯಕ್ಕೆ ಸಮರ್ಪಿಸುವಂತಹ ರೂಢಿಯು ಈಗಲೂ ಚಾಲ್ತಿಯಲ್ಲಿ ಇದೆ. ಎಲ್ಲ ಮನೆಯವರು ಇಲ್ಲಿ ಬರುವಂತಹ ಎಲ್ಲರೂ ದೇವರಿಗೆ ಕೋಳಿ ಹರಕೆಯನ್ನು ತಂದುಕೊಡ್ತೇವೆ. ನಾವು ಆ ಕೋಳಿಯನ್ನು ಪದಾರ್ಥವಾಗಿ ಮಾಡಿ ಪ್ರಸಾದ ರೂಪದಲ್ಲಿ ಜನರಿಗೆ ಕೋಳಿ ಮತ್ತು ಅಪ್ಪಂ ಹರಕೆ ಎಂಬಂತಹ ರೀತಿಯಲ್ಲಿ ನಾವು ಅವರಿಗೆ ಕೊಡುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಜನರು ತಮ್ಮ ರೋಗಶಾಂತಿಗಾಗಿ ಒಬ್ಬೊಬ್ಬರು ಒಂದೊಂದು ರೀತಿಯ ಹರಕೆಗಳನ್ನು ಹೇಳುತ್ತಾರೆ. ಪ್ರಧಾನವಾಗಿಯೂ ಅದರಲ್ಲಿ ಉರುಳು ಸೇವೆ ಬರುತ್ತದೆ, ಮೊಣಕಾಲೂರಿ ನಡೆಯುವಂಥದ್ದು ಬರ್ತದೆ, ಮೆರವಣಿಗೆಯ ಸಮಯದಲ್ಲಿ ತಲೆಯ ಮೇಲೆ ಕಲ್ಲಿಟ್ಟುಕೊಂಡು ಹೋಗುವಂಥದ್ದು. ಅದೇ ರೀತಿ ಅನೇಕ ಕಾಣಿಕೆಗಳು ಚರ್ಚಿನ ಹೊರಗಡೆ ಮತ್ತು ಒಳಗಡೆ ಅನೇಕ ಹರಕೆ ಕಾಣಿಕೆಗಳು, ಶಿಲುಬೆ ಹಿಡಿದುಕೊಂಡು ಶಿಲುಬೆ ತೊಟ್ಟಿಗೆ ಅದು ಸುತ್ತು ಬರುವಂತಹ ಹರಕೆ. ಅದೇ ರೀತಿ ಅನೇಕ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಜನರು ತಮ್ಮ ಅನುಗ್ರಹಕ್ಕೋಸ್ಕರ ದೇವರಲ್ಲಿ ಸಮರ್ಪಿಸ್ತಾ ಇರುತ್ತಾರೆ. ಅದೇ ರೀತಿ 1ನೇ ತಾರೀಕಿನಿಂದ 6ನೇ ತಾರೀಕಿನವರೆಗೆ ದೇವಾಲಯದ ಒಳಗೆ ಭಜನೆ ಕೂರುವಂತಹ ಒಂದು ವಾಡಿಕೆಯು ನಮ್ಮಲ್ಲಿ ಕಂಡುಬರುತ್ತದೆ. ಅದು ಜನರು ಅವರ ಸಮಸ್ಯೆಗಳೇನಿದೆ ಧ್ಯಾನಾತ್ಮಕವಾಗಿ ದೇವರೊಂದಿಗೆ ತಮ್ಮ ಸಮಸ್ಯೆಗಳನ್ನು ಹೇಳಿಕೊಂಡು ಅದಕ್ಕೆ ಪರಿಹಾರವನ್ನು ಅವರು ಯಾಚಿಸುವಂಥದ್ದು. ಅದೇ ರೀತಿ ಈಗಲೂ ನೀವು ಚರ್ಚ್ಗಳಿಗೆ ನೋಡ್ಬೋದು. ಹಾಗೆ ದೇವರ ವಚನಗಳಲ್ಲಿ ಧನ್ಯರಾಗಿದ್ದುಕೊಂಡು ಧ್ಯಾನಾತ್ಮಕವಾಗಿ ದೇವರೊಂದಿಗೆ ಅವರು ಬೆರೆಯುವಂತಹ ಆ ರೀತಿ ಅದನ್ನು ಭಜನೆ ಕೂರುವಂಥದ್ದೆಂದು ನಾವು ಹೇಳ್ತೇವೆ. ಅವರು ದೇವರು ಮತ್ತು ಅವರು ಮಾಡುವಂತಹ ಒಂದು ಸಂಸರ್ಗ ಏನಿದೆಯೋ ಅದು ಅವರ ಜೀವನದಲ್ಲಿ ಅನೇಕ ಅನುಗ್ರಹಗಳಿಗೆ ಪ್ರಾರ್ಥನೆಗಳಿಗೆ ಅದು ಪಾತ್ರವಾಗಿರುತ್ತದೆ. ಅದೇ ರೀತಿ ಅನೇಕ ಕಾಣಿಕೆಗಳು ನಿಮಗೆ ಅದು ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ಈ ಗರ್ಜೆಯಲ್ಲಿ ಬರುವಾಗ ಮಾತ್ರ ಅದನ್ನು ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ಇನ್ನು ಚರ್ಚ್ನಲ್ಲಿ ವಾರ್ಷಿಕ ಹಬ್ಬವು ನಡೆಯುತ್ತಿದ್ದು ಇದು ಇಚಿಲಂಪಾಡಿ ಹಬ್ಬವೆಂದೇ ಪ್ರಸಿದ್ಧಿ ಪಡೆದಿದೆ.
ಪ್ರತಿ ವರ್ಷ ಮೇ 1ರಿಂದ ಆರಂಭವಾಗಿ ಮೇ 6 ಹಾಗೂ 7ರಂದು ವಿಜೃಂಭಣೆಯಿಂದ ಹಬ್ಬವು ಆಚರಿಸಲ್ಪಡುತ್ತಿದ್ದು, ಮೇ 1ರ ದಿವ್ಯ ಬಲಿಪೂಜೆಯ ನಂತರ ಧ್ವಜಾರೋಹಣದ ಮೂಲಕ ಈ ಐತಿಹಾಸಿಕ ಹಬ್ಬ ಪ್ರಾರಂಭಗೊಂಡು ಪ್ರತಿದಿನ ದಿವ್ಯ ಬಲಿಪೂಜೆಯ ನಂತರ ಧ್ಯಾನ ಪ್ರಾರ್ಥನೆ ನಿರಂತರವಾಗಿ ನಡೆಯುತ್ತದೆ. ಮೇ 6ರಂದು ಸಂಧ್ಯಾ ಪ್ರಾರ್ಥನೆ ಹಾಗೂ ಮೆರವಣಿಗೆ ಹಾಗೂ ಮೇ 7ರಂದು ದಿವ್ಯ ಬಲಿಪೂಜೆ ಧರ್ಮಾಧ್ಯಕ್ಷರುಗಳ ನೇತೃತ್ವದಲ್ಲಿ ನಡೆಯುತ್ತದೆ. ಸಹಸ್ರಾರು ಸಂಖ್ಯೆಯಲ್ಲಿ ಆಗಮಿಸುವ ಭಕ್ತಾದಿಗಳಿಗೆ ಮಧ್ಯಾಹ್ನದ ಭೋಜನವನ್ನು ನೀಡಲಾಗುತ್ತದೆ. ದಿವ್ಯ ಬಲಿಪೂಜೆಯ ನಂತರ ಹರಕೆಗಳ ನೆರವೇರಿಸುವಿಕೆ ಪ್ರಾರಂಭವಾಗುತ್ತದೆ. ತದನಂತರ ಏಲಂ ಮೆರವಣಿಗೆ ಹಾಗೂ ಆಶೀರ್ವಾದದೊಂದಿಗೆ ಮುಕ್ತಾಯವಾಗುವ ಹಬ್ಬದಲ್ಲಿ ಭಕ್ತ ವೃಂದಕ್ಕೆ ಪ್ರಸಾದ ರೂಪವಾದ ಅಪ್ಪ ಹಾಗೂ ಕೋಳಿ ಪದಾರ್ಥವನ್ನ ಎಲ್ಲರಿಗೂ ಹಂಚಲಾಗುತ್ತದೆ. ಕಳೆದ 2 ವರ್ಷಗಳಿಂದ ಕೋವಿಡ್ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನಡೆಯದೇ ಇದ್ದ ವಾರ್ಷಿಕ ಹಬ್ಬ ಈ ಬಾರಿ ಸಂಭ್ರಮ ಸಡಗರದಿಂದ ನಡೆಯುತ್ತಿದೆ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് തിരുനാമത്തനുസരിച്ച് കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 2 വർഷക്കാലമായി കോവിഡ്-19 പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൂടി വന്ന് വിപുലമായ വിധത്തിൽ പെരുന്നാൾ ആചരിക്കുന്നതിന് സാധ്യമല്ലായിരുന്നു. ഇപ്പോഴേ കോവിഡ്-19 ആ ഗൗരവം കുറച്ച് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒത്തുചേർന്ന് പെരുന്നാൾ ആചരിക്കുവാൻ ഇടയാകുന്ന ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാൾ വിശുദ്ധ കുർബാനയോടുകൂടി ഈ കൊടിയേറ്റോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. 7-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം. കൂടുതൽ ആളുകൾ ഈ പെരുന്നാൾ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരട്ടെ എന്നാണ്. ഈ പെരുന്നാൾ സംബന്ധിക്കുന്ന മൂലം നമ്മുടെ ദൈവത്തിലുള്ള ഭക്തി, ജാതിമത ഭേദമന്യേ ദൈവത്തിലുള്ള ഭക്തിയും ദൈവത്തിലുള്ള വിശ്വാസവും വിശുദ്ധന്മാരുള്ള മധ്യസ്ഥനും ഒക്കെയാണ് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ സുഹൃതത്തിലും കൂടുതൽ സൽഗുണത്തിലും സ്നേഹത്തിലൊക്കെ വളർന്നു വരുവാൻ സംഗതിയായിത്തീരണം. ഈ പെരുന്നാൾ ഈ പള്ളിയുടെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ജാതി മതഭേദമന്യേ ഒന്ന് ഒത്തുകൂടുന്നതിനും മതസൗഹാർദ്ദത്തിനും എല്ലാം ഇടയായിത്തീരും. അല്പമായോ അധികമായി സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ, ക്ലേശങ്ങളെ, പ്രയാസങ്ങളെ ദൈവം നമ്പരാൻ മാറ്റിത്തരട്ടെ. പരിശുദ്ധ സഹതായുടെ പ്രാർത്ഥന കാവലും കോട്ടയുമായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം നമ്പരാൻ ವಾಳ್ತಿ ಅನುಗ್ರಹಿಕಟ್ಟೆ. ಇಲ್ಲಿ ಹಬ್ಬದ ಸಂದರ್ಭದಲ್ಲಿ ಅನೇಕರು ಕೋಳಿಗಳನ್ನ ಇಷ್ಟಾರ್ಥ ಸಿದ್ಧಿಗಾಗಿ ಹರಕೆಯಾಗಿ ಒಪ್ಪಿಸುವುದು ಇಲ್ಲಿನ ಸಂಪ್ರದಾಯ. ಆದರೆ ಇಲ್ಲಿ ಹರಕೆಗಾಗಿ ತರುವ ಕೋಳಿಗಳನ್ನಾಗಲಿ ಅಥವಾ ಯಾವುದನ್ನಾಗಲಿ ಬಲಿ ನೀಡುವುದಿಲ್ಲ ಅಥವಾ ರಕ್ತ ಬಲಿಯ ಸಂಪ್ರದಾಯವು ಈ ಚರ್ಚ್ಗಿಲ್ಲ. ಇಲ್ಲಿ ಲಭಿಸುವ ಕೋಳಿಗಳನ್ನ ಬರುವ ಜನರಿಗೆ ಪದಾರ್ಥವಾಗಿ ಅಪ್ಪದೊಂದಿಗೆ ಹಬ್ಬದ ಪ್ರಸಾದ ರೂಪದಲ್ಲಿ ವಿತರಣೆ ಮಾಡುವ ಸಂಪ್ರದಾಯವಿದೆ. ದುಷ್ಟ ಶಕ್ತಿಗಳಿಂದ ರಕ್ಷಣೆಗಾಗಿ, ದೋಷ ನಿವಾರಣೆಗಾಗಿ, ಕೃಷಿಯಲ್ಲಿ ಕ್ರಿಮಿಕೀಟಗಳ ಬಾಧೆಯಿಂದ ಬಳಲುತ್ತಿರುವವರು, ಹವಾಮಾನ ವೈಪರೀತ್ಯಗಳಿಂದ ಕೃಷಿಯಲ್ಲಿ ಹಾನಿ ಎದುರಿಸುತ್ತಾ ಇರುವವರು, ಕೃಷಿ ಹಾನಿ ಸಂಭವಿಸಿದವರು, ಋಣಾತ್ಮಕ ಶಕ್ತಿಗಳಿಂದ ಬಳಲುತ್ತಿರುವವರು, ಕುಟುಂಬ, ಜೀವನ, ಉದ್ಯೋಗ, ವಾಣಿಜ್ಯ, ವ್ಯವಸಾಯಗಳಲ್ಲಿ ಸಮಸ್ಯೆಗಳು, ಅನ್ಯಾಯಗಳಿಂದ ಬಳಲುತ್ತಿರುವವರು, ನ್ಯಾಯಕ್ಕಾಗಿ ಕಳ್ಳ ಸುಳ್ಳರಿಂದ ಬೇಸತ್ತಿರುವವರು, ಶೈಕ್ಷಣಿಕ ಸಮಸ್ಯೆ ಅನುಭವಿಸುತ್ತಿರುವವರು, ಶೋಷಣೆಯಿಂದ ಸಂರಕ್ಷಣೆಗೆ, ಹೀಗೆ ನಾನಾ ವಿಧವಾದ ದೈನಂದಿನ ಜೀವನದಲ್ಲಿ ಎದುರಿಸುವ ಸಮಸ್ಯೆಗಳಿಗೆ ಹರಕೆ ಹೇಳಿಕೊಂಡು ಅದನ್ನ ಸಮರ್ಪಿಸುತ್ತಿದ್ದಾರೆ. ಈ ಮೂಲಕ ತಮ್ಮ സമസ്യಗಳಿಗೆ പരിഹാര കണ്ടുകൊള്ളുತ್ತಿದ್ದಾರೆ. ചിലമ്പാടി പള്ളി വളരെ പ്രസിദ്ധമാണ് ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ മൂലം. ഈ നാനാജാതി മതസ്ഥരും അവരുടെ ആശയങ്ങൾ അഭിലാഷത്തിനും വേണ്ടിയിട്ട് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ എല്ലാ മതസ്ഥരെയും, എല്ലാ മത, ജാതി, വർണ്ണ, വർഗ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഏകഭാവത്തിൽ കാണുന്നുണ്ട്. ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഏവർക്കും ഉദ്ദിഷ്ടകാര്യ ലബ്ധി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ചിലമ്പാടിയുടെ പ്രത്യേകത. കഴിഞ്ഞ 2 വർഷങ്ങളിലായി കോവിഡ് മഹാമാരിയുടെ പ്രയാസം മൂലം പെരുന്നാൾ മഹാമഹം വളരെ ഗംഭീരമായി നടത്തുവാനായിട്ട് സാധിക്കാതെയിരുന്നു. ഈ വർഷം അത് പുനർക്രമീകരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥന സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഭക്തജനങ്ങൾ എല്ലാവരും നേർച്ച കാഴ്ചകളോടെ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിച്ച് ഗീവർഗീസ് സഹോദരയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ ഏവരെയും കർത്തൃനാമത്തിൽ ട്രസ്റ്റി എന്ന നിലയിലും ഇടവകയ്ക്ക് വേണ്ടിയും ഇടവക ഭരണസമിതിക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു.
ಈ ದೇವಾಲಯದ ಸಂತ ಜಾರ್ಜರ ಹೆಸರಲ್ಲಿರುವ ವಾರ್ಷಿಕ ಹಬ್ಬ. ಅವರ ಆ ಹಬ್ಬ ದಿವಸದಲ್ಲಿ ತುಂಬಾ ಜನ ಭಕ್ತಾದಿಗಳು ಒಂದು ವಾರದಿಂದಲೂ ಈ ಈ ದೇವಾಲಯದಲ್ಲಿ ಬಂದು ತಮ್ಮ ತಮ್ಮ ಹರಕೆಗಳನ್ನೆಲ್ಲ ಸಲ್ಲಿಸ್ತಾ ಈ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಬಂದು ತಮ್ಮ ಹರಕೆಯನ್ನು ಸಲ್ಲಿಸಿ ಅವರಿಗೆ ಬೇಕಾದ ಅನುಗ್ರಹ ಈ ದೇವಾಲಯದಲ್ಲಿ ಲಭಿಸಲಿದೆ. ಅದೇ ರೀತಿ ಈ ದೇವಾಲಯದಲ್ಲಿರುವ ನಮ್ಮ ಅಧ್ಯಕ್ಷರುಗಳು ಹಾಗೂ ಮೆಂಬರ್ಗಳು ಎಲ್ಲರೂ ಸೇರಿ ಈ ಹಬ್ಬಕ್ಕೆ ಒಂದು ತಿಂಗಳಿಂದಲೂ ತಮ್ಮ ಪರಿಶ್ರಮದಿಂದ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನೆಲ್ಲ ಮಾಡ್ತಾರೆ. ತಮ್ಮ ಹರಕೆಗಳನ್ನೆಲ್ಲ ಸಲ್ಲಿಸುವವರಿಗೆ ಬೇಕಾದ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡ್ತಾರೆ. ಅದೇ ರೀತಿ ದಿವ್ಯ ಬಲಿ ಪೂಜೆ ಬೆಳಗಿನ ಟೈಮಲ್ಲಿ 7 ಗಂಟೆಯಿಂದ 9 ಗಂಟೆ ತನಕ ಇರುತ್ತದೆ. ತದನಂತರ ಉಪಹಾರ, ಮಧ್ಯಾಹ್ನದ ಭೋಜನಗಳು ಇರುತ್ತದೆ. 6ನೇ ತಾರೀಕು ಸಂಜೆಯೂ ಅದೇ ರೀತಿ ಸಮೂಹ ಭೋಜನ ಇರುತ್ತದೆ. 7ನೇ ತಾರೀಕಿನಂದು ಬಂದ ಈ ಕೋಳಿ ಹರಕೆಯನ್ನು ದೇವರ ಪ್ರಸಾದ ರೀತಿಯಲ್ಲಿ ನಮ್ಮಲ್ಲಿ ಅಂತ ಹೇಳಿದ್ರೆ ದಿವ್ಯ ಬಲಿ ಪೂಜೆ ನಂತರ ಯಾವುದೇ ರೀತಿಯ ಪ್ರಸಾದ ವಿತರಣೆ ಅದೇನಿಲ್ಲ. ಆದರೂ ಇದೊಂದು ಕೋಳಿ ಹರಕೆಯನ್ನು ಇಲ್ಲಿ ಒಂದು ಪದಾರ್ಥ ಮಾಡಿ ಒಂದು ಪ್ರಸಾದ ರೂಪದಲ್ಲಿ ನಾವು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಮನೆಯಿಂದ ತಂದ ದೋಸೆ, ಅಪ್ಪ ಅದನ್ನು ಸಮೇತ ಅದರೊಟ್ಟಿಗೆ ಕೊಟ್ಟು ಅದನ್ನು ಸ್ವೀಕರಿಸಲು ಭಕ್ತಾದಿಗಳು ತುಂಬ ಜನರು ಬರ್ತಾರೆ. ಅದೇ ರೀತಿ ಉರುಳು ಸೇವೆ ಮಾಡುವವರಿಗೆ ಅವಕಾಶ ಇದೆ. 1ನೇ ತಾರೀಕಿಂದ 7ನೇ ತಾರೀಕು ಅವರಿಗೆ ಅವಕಾಶ ಇದೆ. ಎಲ್ಲರಿಗೂ ಈ ಒಂದು ಹಬ್ಬದ ಸಂದೇಶ, ಎಲ್ಲರ ಒಂದು ಆಶೀರ್ವಾದ, ದೇವರ ಆಶೀರ್ವಾದ ಎಲ್ಲರೊಡನೆ ಇರಲಿ ಹಾಗೂ ಸಂತ ಜಾರ್ಜರ ಪ್ರಾರ್ಥನೆ ನಿಮ್ಮೊಟ್ಟಿಗೆ ಯಾವತ್ತೂ ಇರಲಿ. ಸಂತ ಜಾರ್ಜರ ಅನುಗ್ರಹದಿಂದ ರೋಗಿಗಳಿಗೆ ಆರಾಮ, ಸಂತಾನಹೀನರಿಗೆ ಸಂತಾನ ಭಾಗ್ಯ, ನಿರುದ್ಯೋಗಿಗಳಿಗೆ ಉದ್ಯೋಗ, ದುಃಖಿತರಿಗೆ ಸಾಂತ್ವನ, ಸರ್ಪಾದಿ ದೋಷಗಳಿಗೆ ಪರಿಹಾರ, ದುಷ್ಟ ಶಕ್ತಿಗಳ ಮಾನಸಿಕ ತೊಂದರೆಗಳಿಗೆ ಪರಿಹಾರ, ಸಂಕಟ ನಿವಾರಣೆ, ಉದ್ದಿಷ್ಟ ಕಾರ್ಯದಲ್ಲಿ ವಿಜಯ, ಜೀವನದಲ್ಲಿ ಸಂತೋಷ ಮುಂತಾದ ಅನೇಕ ಅನುಗ್ರಹಗಳು ಭಕ್ತಾದಿಗಳಿಗೆ ದೊರೆತಿವೆ. ಜೊತೆಗೆ ಚರ್ಚ್ನಿಂದ ಸಮಾಜ ಸೇವಾ ಚಟುವಟಿಕೆಗಳು ಕೂಡ ನಡೆಯುತ್ತಿದ್ದು, ಅರ್ಹ ಕುಟುಂಬಗಳಿಗೆ ಶೈಕ್ಷಣಿಕ ಸಹಾಯ, ಚಿಕಿತ್ಸಾ ಸಹಾಯ, ಬಡ ಕುಟುಂಬಗಳಿಗೆ ವಿವಾಹ ಸಹಾಯಧನ, ಇತರ ಧನ ಸಹಾಯವನ್ನು ಕೂಡ ಚರ್ಚ್ ಮೂಲಕ ನೀಡಲಾಗ್ತಾ ಇದೆ. ನಮಗೆ ಈ ಸಂತರು ನಾವು ಏನು ಬೇಡಿಕೊಂಡ್ರು, ನಾವು ಏನಾದರೂ ಹರಕೆ ಹೊತ್ಕೊಂಡ್ರು ಅದನ್ನೆಲ್ಲ ಈಡೇರಿಸಿಕೊಡ್ತಾರೆ. ನಮಗೆ ಯಾವಾಗಲೂ ನಮಗೆ ತುಂಬ ಅನುಭವಗಳಿದೆ, 1-2 ಅಲ್ಲ. ಹಾಗಾಗಿ ಈ ಕ್ಷೇತ್ರಕ್ಕೆ ನಾವು ಯಾವಾಗಲೂ ಬರ್ತೇವೆ. ಇಲ್ಲಿ ಸಂಚರಿಸುವಂಥ ಟೈಮಲ್ಲಿ ಆದರೂ, ಬೇರೆ ಸಂದರ್ಭದಲ್ಲಿ ಸಂಚರಿಸುವಂಥ ಟೈಮಲ್ಲಿ ಆದರೂ ನಾವಿಲ್ಲಿ ಬಂದು ನಾವು ಮೇಣದ ಬತ್ತಿಯನ್ನು ಹಚ್ಚಿ ಇಲ್ಲಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡಿ ಮಾತ್ರ ನಾವು ಈ ರಸ್ತೆಯನ್ನು ದಾಟಿ ಆಚೆ ಹೋಗುವಂಥ ಒಂದು ಪ್ರತೀತಿಯನ್ನು ಮುಂಚೆ ತುಂಬ ವರ್ಷದಲ್ಲೂ ನಾವು ಮಾಡಿಕೊಂಡಿದ್ದೇವೆ. ಇದು ನಾವು ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ಕುಟುಂಬಸ್ಥರೆಲ್ಲರೂ ಸಹ ಹೀಗೆ. ಹಾಗಾಗಿ ಈ ಕ್ಷೇತ್ರ ನಮಗೆ ತುಂಬ ಭಯಭಕ್ತಿಯಿಂದ ನಾವು ನೋಡುವಂಥ ಕ್ಷೇತ್ರ. ಹಾಗಾಗಿ ನಾವು ಈ ಕ್ಷೇತ್ರಕ್ಕೆ ಬರ್ತಾ ಇರ್ತೇವೆ ವರ್ಷಂಪ್ರತಿ. ನಮಗೆ ತುಂಬ ಅನುಭವ ಇದೆ. ಈ ಸಂತರ ಆಶೀರ್ವಾದ ನಮಗೆ ಮತ್ತು ನಮ್ಮ ಕುಟುಂಬದ ಮೇಲೆ ಯಾವಾಗಲೂ ಇದೆ. ನಾವು ಏನು ಬೇಡಿಕೊಂಡ್ರೂ ಸಹ ಅದನ್ನು ಅವರು ಈಡೇರಿಸಿ ಕೊಡ್ತಾರೆ. ಹಾಗಾಗಿ ನಾವು ಇಲ್ಲಿ ಬರ್ತಾ ಹೋಗ್ತಾ ಇರ್ತೇವೆ. ಈ ಮೂಲಕ ಚರ್ಚ್ನ ಸದಸ್ಯರ ಹಾಗೂ ಮೂಲ ಸದಸ್ಯರ ಸೇವಾ ಮನೋಭಾವ, ಚರ್ಚ್ನ ಉನ್ನತಿಗಾಗಿ ಸಹಕರಿಸಿದ ಗುರುಗಳ ಸೇವಾ ಮನೋಭಾವ ಈ ದೇವಾಲಯದ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಮಹತ್ವದ ಪಾತ್ರ ವಹಿಸಿದೆ. ಎಲ್ಲ ಜಾತಿ ಮತ ಪಂಥದ ವಿಶ್ವಾಸ ಗಳಿಸಿ ವರ್ಷದಿಂದ ವರ್ಷಕ್ಕೆ ವೃದ್ಧಿಸುತ್ತಿರುವ ಭಕ್ತಾದಿಗಳ ಹೃದಯದಲ್ಲಿ ಪ್ರೀತಿಯನ್ನ ಬೆಸೆದು ಸಾಮರಸ್ಯ ಮತ ಸೌಹಾರ್ದತೆಯಿಂದ ಈ ಪುಣ್ಯ ಭೂಮಿಯ ಶಕ್ತಿಯನ್ನ ಭಕ್ತಾದಿಗಳು ಅಧಿಕವಾಗಿ ಅನುಭವಿಸುವಂತೆ ಮಾಡಿದೆ.
കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ റാസ ಮಡಂಗಿ വന്നുകൊണ്ടിരിക്കുന്നു. ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ನಮ್ಮ ಮೆರವಣಿಗೆಯು ಹಿಂದಿರುಗಿ ಚರ್ಚಿಗೆ ಬಂದು ಸೇರುತ್ತಾ ಇದೆ. ದಯವಿಟ್ಟು ಭಕ್ತಾದಿಗಳು, ಶಿಲುಬೆಯ ಸುತ್ತಲೂ ಸೇರಿರುವಂತಹ ಭಕ್ತಾದಿಗಳು ಅವರಿಗೆ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಲ್ಲಿಸುವುದಕ್ಕೆ ಅನುವು ಮಾಡಿಕೊಡಬೇಕಾಗಿ നിമ്മല്ലി കേളിക്കൊള്ളുത്താ ഇದ್ದೇನೆ. നമ്മുടെ റാസ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. കുരിശൻ തൊട്ടിയിൽ ചുറ്റും നിൽക്കുന്നവർ അവിടെ ധൂപപ്രാർത്ഥന നടത്തുവാൻ വേണ്ടുന്നതായ ക്രമീകരണങ്ങൾക്കായിട്ട് അവിടെ നിന്ന് അല്പം മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റാസ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതായ വഴിയിൽ നിൽക്കുന്നവർ രണ്ട് സൈഡിലോട്ട് മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നാളത്തെ ആരാധനയുടെ ക്രമീകരണം ഒരിക്കൽ കൂടി പറയുകയാണ്. രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും 8:30 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് വിശുദ്ധ ഗീവർഗീസായിട്ടുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയും ജോർജിയൻ പുരസ്കാര സമർപ്പണവും ഉച്ചഭക്ഷണവും ലേലവും പ്രദക്ഷിണവും ഒസാങ്കടി കുരിശിങ്കിലേക്ക്, അതിനുശേഷം ആശീർവാദവും നേർച്ചവിളമ്പും കൊടിയിറക്കും പെരുന്നാളിൻ്റെ സമാപന പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ನಾಳೆಯ ಪ್ರೋಗ್ರಾಮ್ನ ಬಗ್ಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಬೆಳಿಗ್ಗೆ 7:30ಕ್ಕೆ ಪ್ರಭಾತ ಪ್ರಾರ್ಥನೆ, 8:30ಕ್ಕೆ ಪವಿತ್ರವಾದಂತಹ ದಿವ್ಯ ಬಲಿಪೂಜೆ, ಹಬ್ಬದ ಸಂದೇಶ, ಸಂತ ಜಾರ್ಜರೊಂದಿಗೆ ಮಧ್ಯಸ್ಥ ಪ್ರಾರ್ಥನೆ, ಜಾರ್ಜಿಯನ್ ಪುರಸ್ಕಾರ ಸಮರ್ಪಣೆ, ಅನ್ನ ಸಂತರ್ಪಣೆ, ಏಲಂ ಮೆರವಣಿಗೆ ಹೊಸಂಗಡಿ ಶಿಲುಬೆ ಗೋಪುರದವರೆಗೆ ಆಶೀರ್ವಾದ, ಪ್ರಸಾದ ವಿತರಣೆ, ಹಬ್ಬದ ಧ್ವಜ ಇಳಿಸುವಿಕೆ, ಹಬ್ಬದ ಸಮಾರೋಪ ಪ್ರಾರ್ಥನೆ ಇರುತ್ತದೆ. ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸುವುದಕ್ಕೆ ಬಾಕಿ ಉಳಿದಿರುವವರಿಗೆ ನಾಳೆ ಪವಿತ್ರ ಬಲಿಪೂಜೆಯ ಬಳಿಕ ಅದಕ್ಕೆ ಬೇಕಾದಂತಹ ಅವಸರವನ್ನು ನೀಡಲಾಗುತ್ತದೆ. നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനായിട്ട് ബാക്കിയുള്ളവർക്ക് നാളെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അത് സമർപ്പിക്കുവാനായിട്ടുള്ളതായ അവസരം ഉണ്ട് എന്നുള്ളതായ കാര്യം നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദേവാലയത്തിലേക്ക് റാസ പ്രദക്ഷിണം മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ദയവായി എല്ലാവരും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുവാനും ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുവാനുമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം കൂടി സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ನಮ್ಮ ಮೆರವಣಿಗೆಯು ತಿರುಗಿ ದೇವಾಲಯಕ್ಕೆ ಬಂದು ಸೇರುತ್ತಾ ಇದೆ. ಭಕ್ತ ಜನರೆಲ್ಲರೂ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ದೇವಾಲಯದ ಒಳಗೆ ಪ್ರವೇಶಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಆಶೀರ್ವಾದದ ಬಳಿಕ ಎಲ್ಲರಿಗೂ ರಾತ್ರಿ ಆಹಾರವನ್ನು ಕ್ರಮೀಕರಿಸಲಾಗಿದೆ. ಅದಾದ ಮೇಲೆ ಎಲ್ಲರಿಗೂ ಸಿಡಿಮದ್ದು ಪ್ರಯೋಗವನ್ನು ನೋಡುವಂತಹ ಅವಸರ ಇದೆ. ಅದೇ ರೀತಿ ಚೆಂಡಮೇಳ ಮತ್ತು ಬ್ಯಾಂಡ್ ಸೆಟ್ ಮೇಳವನ್ನು ನೋಡುವಂತಹ അവസരವನ್ನು ക്രമീകരിಸಲಾಗಿದೆ. നമ്മുടെ പ്രദക്ഷിണം റാസ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആശീർവാദത്തിനകത്ത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും രാത്രി ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശ വർണ്ണമയ കാഴ്ചകളും അതുപോലെ തന്നെ ചെണ്ടമേളവും ബാൻഡ് സെറ്റും കാണുവാനും ആസ്വദിക്കുവാനുമായിട്ടുള്ളതായ അവസരം കൂടി ഉണ്ട് എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കുരിശുമരണത്തിനുമായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ റാസ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ആശീർവാദത്തിനായിട്ട് എല്ലാവരും
വിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായ കാര്യം നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ನಮ್ಮ ಮೆರವಣಿಗೆಯು ತಿರುಗಿ ದೇವಾಲಯಕ್ಕೆ ಬಂದು ಸೇರುತ್ತಾ ಇದೆ. ಭಕ್ತಜನರೆಲ್ಲರೂ ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಿ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಸೇರಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. എല്ലാ ഭക്തജനങ്ങളും ആശീർവാദനായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം. ആശീർവാദത്തിന് ശേഷം കൈമത്തം, അതിനുശേഷം രാത്രി ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ಭಕ್ತಜನರೆಲ್ಲರೂ ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಬೇಕು. ಸಂಜೆಯ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಬೇಕು. ಅದಾದ ಮೇಲೆ ಕ್ರಾಸ್ ಕಿಸ್ಸಿಂಗ್, ಅದಾದ ಮೇಲೆ ಎಲ್ಲರಿಗೂ ರಾತ್ರಿ ಭೋಜನವನ್ನು, ಅದೇ ರೀತಿ ಆಕಾಶದಲ್ಲಿ ಸಿಗುವುದನ್ನು ಪ್ರಯೋಗ, ಅದೇ ರೀತಿ ಬ್ಯಾಂಕ್ವೆಟ್, ಅದು ಚಂಡಮೇಳದ ಪ್ರದರ್ಶನವನ್ನು ನಮಗೆ ನೀಡಲಾಗುತ್ತದೆ. നാളത്തെ ആരാധനയുടെ ക്രമീകരണം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും 8:30 മണിക്ക് വിശുദ്ധ കുർബാനയും പരിശുദ്ധ ഗീവർഗീസ് റോദാടുള്ളതായ പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും ജോർജിയൻ പുരസ്കാര സമർപ്പണവും സ്ലീബ എഴുന്നള്ളപ്പും നേർച്ച വഴിപാടുകൾ കഴിക്കുവാനുള്ളതായ അവസരവും ഉച്ചഭക്ഷണവും അതിനുശേഷം ലേലവും പ്രദക്ഷിണവും ಆಶೀರ್ವಾದവും ഉണ്ടായിരിക്കുന്നതാണ്. ನಾಳೆಯ ಆರಾಧನೆಯ ಕ್ರಮೀಕರಣವನ್ನು ಈ ರೀತಿಯಾಗಿರುತ್ತದೆ. ಬೆಳಗ್ಗೆ 7:30ಕ್ಕೆ ಪ್ರಭಾತ ಪ್ರಾರ್ಥನೆ, 8:30ಕ್ಕೆ ಪವಿತ್ರವಾದಂತಹ ದಿವ್ಯ ಬಲಿಪೂಜೆ, ಸಂತ ಜಾರ್ಜರೊಂದಿಗೆ ಮಧ್ಯಸ್ಥಿಕೆ ಪ್ರಾರ್ಥನೆ, ಹಬ್ಬದ ಸಂದೇಶ, ಜಾರ್ಜಿಯನ್ ಪುರಸ್ಕಾರ ಸಮರ್ಪಣೆ, ಅನ್ನ ಸಂತರ್ಪಣೆ, ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಮರ್ಪಿಸುವಂತಹ ಅವಸರ, ಏಲಂ, ಮೆರವಣಿಗೆ, ಆಶೀರ್ವಾದ, ಪ್ರಸಾದ ವಿತರಣೆ, ಹಬ್ಬದ ಧ್ವಜ ಇಳಿಸುವಿಕೆ ಈ ರೀತಿಯಾಗಿರುತ್ತದೆ. റാസ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ ഭക്താദികളും ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് ആശീർവാദത്തിനായിട്ട് തയ്യാറാക്കണം എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദേവാലയത്തിനകത്ത് നിൽക്കുന്നവർ മുൻപോട്ട് കയറി നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ದೇವಾಲಯದೊಳಗೆ ನಿಂತಿರುವಂತಹ ಭಕ್ತಜನಗಳು ಆದಷ್ಟು ಮುಂದೆ ಬಂದು ನಿಲ್ಲಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. നമ്മുടെ റാസ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും ആശീർവാദത്തിനായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. ദേവാലയത്തിനകത്ത് പ്രവേശിക്കുന്നവർ ഏറ്റവും മുൻപോട്ട് കടന്നു നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ನಮ್ಮ ಮೆರವಣಿಗೆಯು ಈಗಲೇ ದೇವಾಲಯದಲ್ಲಿ ಬಂದು ಸೇರಿರುತ್ತದೆ. ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಿ ಆದಷ್ಟು ಮುಂದೆ ನಿಲ್ಲಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ.
നാളെ പരിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് വരുന്നവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ನಾಳೆ ಪವಿತ್ರವಾದಂತಹ ಬಲಿಪೂಜೆಯಲ್ಲಿ ಪ್ರಸಾದವನ್ನು ಸ್ವೀಕರಿಸಲು ಬರುವಂತಹ ಭಕ್ತಾದಿಗಳು ಪ್ರಾರ್ಥನೆ ಉಪವಾಸದೊಂದಿಗೆ ಬರಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. എല്ലാ ഭക്താദികളും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കണം. നമ്മുടെ റാസ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ആശീർവാദത്തിന് ശേഷം കൈമുത്തുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഭക്താദികളും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ച് ആശീർവാദത്തിലും കൈമുത്തിലും പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ಓರ್ಮಪಡಿಸುತ್ತೀವಿ ചെയ്യുന്നു. ನಮ್ಮ ಮೆರವಣಿಗೆಯು ಇದೀಗಲೇ ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸುತ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಜನರು ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಅದೇ ರೀತಿ ಶಿಲುಬೆಯನ್ನು ವಂದಿಸುವುದಕ್ಕೋಸ್ಕರ ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಮಗದೊಮ್ಮೆ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. നാളെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ഒരുങ്ങി വരുന്നവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദേവാലയത്തിൽ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അപ്പവും കോഴിയും നേർച്ചയായിട്ട് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അത് രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നാളെ നെല്ലിയാടി, ധർമ്മസ്ഥല, ഉപ്പനങ്കടി, കടബ എന്നീ ഏരിയയിലേക്ക് പ്രത്യേകമായിട്ടുള്ളതായ ബസിൻ്റെ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ನಾಳೆ ಪವಿತ್ರವಾದಂತಹ ಪೂಜೆ ಶುಶ್ರೂಷೆಗಳಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವವರಿಗೆ ಚಿಲಂಪಾಡಿಯಿಂದ ನೆಲ್ಯಾಡಿ, ಕಡಬ, ಧರ್ಮಸ್ಥಳ ಕಡೆಗೆ ಬಸ್ಸಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಕಲ್ಪಿಸಲಾಗಿದೆ ಎಂಬುದನ್ನು ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಕೋಳಿ ಮತ್ತು ಅಪ್ಪವನ್ನು ಹರಕೆಯಾಗಿ ಸಮರ್ಪಿಸುವವರು ಬೆಳಿಗ್ಗೆ 9 ಗಂಟೆಗೆ ಮುಂದೆ ನೀಡುವುದು ಉತ್ತಮವಾಗಿರುತ್ತದೆ. നമ്മുടെ റാസ പ്രദക്ഷിണം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് കഴിവുള്ളതായ സ്ഥലങ്ങളിൽ നിൽക്കുവാനും ഏറ്റവും മുമ്പോട്ട് അടുത്ത് ചേർന്ന് നിൽക്കുവാനുമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ആശീർവാദവും കൈമുത്തും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതായ കാര്യം കൂടി അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും രാത്രി ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആകാശ വർണ്ണമയമായിട്ടുള്ളതായ കാഴ്ചകളും ചെണ്ടമേളവും ഡാൻസ് സെറ്റും ആസ്വദിക്കാനുള്ളതായ അവസരവും ഉണ്ട് എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു.
ಈಗಾಗಲೇ ನಮ್ಮ ಮೆರವಣಿಗೆಯು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸುತ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಜನಗಳು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಿ ಸಾಧ್ಯವಾದಷ್ಟು ದೇವಾಲಯದ ಒಳಗೆ ನಿಲ್ಲಲು ಪ್ರತ್ಯೇಕವಾಗಿ ಶ್ರಮಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಆಶೀರ್ವಾದ ಬಳಿಕ ಶಿಲುಬೆ ವಂದನೆ, ಅದೇ ರೀತಿ ರಾತ್ರಿ ಆಹಾರವನ್ನು ಎಲ್ಲರಿಗೂ ಕ್ರಮೀಕರಿಸಲಾಗಿದೆ. സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനേ, സർവചരാചരപാലകനേ, സ്വസുതനേ, ഭൂവിലയച്ചവനേ, സുരവരസംഗീതനായകനേ, സ്വജനത്തിനുവരദായകനേ, അനുഗ്രഹമായി തീരണമീ പെരുനാൾ. വൻപന പോലെ തളിർത്തിടുമേ, ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോടുമേ, ഹല്ലേലൂയ. വർദ്ധിക്കും അവർ പുഷ്ടികളും മാറക്കുമോ. മൂലം മാതാമുൽ മൂലം ഒരു പോലിങ്ങും മോർഗി വർഗി സഹദാ മേലും നിന്നോർമ്മ ഉദകണമേ, നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക. സ്തോമൻ കാലസ്കുറിയേലായിസോ. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. കാൺമ കാക്ഷിച്ചോരു സഹദേ, വാളാൽ ചിറകുകൾ പൂണ്ടുന്നതവാദമേറി മുറിയോരാകെ മേലൈനു ആധാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട. അടുകളയും നൻ കോപത്തിൻ വിളികളയുമായി കർത്താവേ, തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ജനത്തെ. തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈടവകയെ. തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ദേശത്തെ.
ആത്മീകമായ സന്ധ്യാപ്രാർത്ഥനയിലും പെരുന്നാളിലും പ്രാസംഗം സംബന്ധിച്ച ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മരിച്ചുപോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ബലഹീനവും കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നീക്ക് ഞങ്ങളുടെ ശരണവും നിനക്ക് സ്തുതി. സർവശക്തനായ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധ സൗഹാർദ്ദത്തിലൂടെ ഈ ദേവാലയത്തിൽ നടക്കുന്ന ഈ പെരുന്നാൾ ശുശ്രൂഷകളുടെ നേതൃത്വ വിശുദ്ധന്മാരുടെ ജനജനസംഘം വിശ്വാസികൾ മുഴുവനുകൂടെ ഇന്നാൾ നടക്കുന്ന ശുശ്രൂഷ എല്ലാം കൂടെ ഞങ്ങളോട് പങ്കുകളുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളോടും കൂടെ ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് വന്യ വൈദിക ശ്രേഷ്ഠർ കൈമുത്തിക്കുന്നതാണ്. എല്ലാവരും കൈമുത്തിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാവർക്കും രാത്രി ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവരും ലൈനായിട്ട് ഭക്തിയോടും ഭയത്തോടും കൂടി നിന്നുകൊണ്ട് ഈ ദേവാലയത്തിലെ ഈ 6-ാം തീയതിയിലെ പെരുന്നാൾ ശുശ്രൂഷകളുടെ സംബന്ധിക്കണം എന്നുള്ളതും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് നിന്നുകൊണ്ട് വൈദിക ശ്രേഷ്ഠർ കൈമുത്തിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ അവിടെ 5 കൗണ്ടറുകളിലായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലൈനായി നിന്നുകൊണ്ട് ആ ഭക്ഷണ ക്രമീകരണത്തിൽ പങ്കെടുക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾക്ക് വന്ന് സംബന്ധിച്ചതായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നാളെയും വന്യ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം ഉണ്ടായ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ളതും ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഭക്ഷണ ക്രമീകരണങ്ങൾ 5 കൗണ്ടറുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. കൈമുത്തി പോകുന്നവർ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് അവിടെ അത് വോളണ്ടിയേഴ്സുമായിട്ട് സഹകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതായ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ പെരുന്നാൾ ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം ആളുകൾ വേണ്ടുന്നതായ സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ ഈ തരുണത്തിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാളത്തെ ഉച്ചത്തെ ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കരിമാങ്കൽ ഈശോ ആൻഡ് ഫാമിലിയാണ്. 1.5 ലക്ഷം രൂപയോളം ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കുടുംബം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ കരിമാങ്കൽ ഈശോ ആൻഡ് ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ ഗീവർഗീസദായുടെ മധ്യസ്ഥ ആ കുടുംബത്തിന് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലിജി AP സൺ ഓഫ് AP മാണി ആശാരിപ്പാലയിൽ 1 ലക്ഷം രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥ കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അഖിൽ CV ചൊറ്റാനിയിൽ 22,000 രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് ദേവാലയത്തിന് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. റബേക്ക തോമസ് 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ജെയിംസ് കലേക്കൽ ധർമ്മസ്ഥല 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. AC വിനയരാജ് 10,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ഷിജി മനോജ് കാലയിൽ കുന്തൂര് 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ബ്രിജിത്ത് കൊച്ചുവീട്ടിൽ 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. കുര്യൻ PM ചേലക്കാത്തടത്തിൽ പർക്കള 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. വർഗീസ് തെരപ്പേൽ 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ഫെലിക്സ് പിന്റോ ആൻഡ് ഫാമിലി 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്.
സജി പടവന ബാംഗ്ലൂർ 3/4 കിലോ ഉള്ളതായ ഒരു സിൽവർ ടാങ്കർ സംഭാവനയായിട്ട് നേർച്ചയായിട്ട് ദേവാലയത്തിന് നൽകിയിട്ടുണ്ട്. 3 കിങ്സ് ട്രാൻസ്പോർട്ട് എന്നറിയപ്പെടുന്നതായ സജി പടവനെ മംഗലാപുരം ഒരു സിൽവർ ടാങ്കർ ഏകദേശം 3/4 കിലോയോളം തൂക്കം വരുന്നതായ സിൽവർ ടാങ്കർ നേർച്ചയായിട്ട് നൽകിയിട്ടുണ്ട്. പ്രിയ ജോയൽ 5000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. അനിൽ ജോൺ 10000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. റീന മർദാളം 10000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ശ്രീ PP വർഗീസ് 7000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ഇവരെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ആ കുടുംബങ്ങൾക്ക് കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളത്തെ ആരാധനയുടെ ക്രമീകരണം രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും 8:30 മണിക്ക് വിശുദ്ധ കുർബാനയും പെരുന്നാൾ സന്ദേശവും ജോർജിയൻ പുരസ്കാര സമർപ്പണവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം മറ്റ് സ്ലീബ എഴുന്നള്ളത്തിനും ഉരുൾ നേർച്ചയ്ക്കും മുട്ടിന്മേലുള്ളതായ നേർച്ചയ്ക്കും കുഞ്ഞുങ്ങളെ അടിമ വെക്കുന്നതിനുള്ളതായ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനുള്ളതായ അവസരം ഉണ്ട് എന്നുള്ളതും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നാളെ പൂജയ ಕ್ರಮೀಕರಣ ಬೆಳಿಗ್ಗೆ 7:30ಕ್ಕೆ ಪ್ರಭಾತ ಪ್ರಾರ್ಥನೆ, 8:30ಕ್ಕೆ ಪವಿತ್ರವಾದಂತಹ ದಿವ್ಯ ಬಲಿಪೂಜೆ, ಸಂತ ಜಾರ್ಜರೊಂದಿಗೆ ಮಧ್ಯಸ್ಥ ಪ್ರಾರ್ಥನೆ, ಹಬ್ಬದ ಸಂದೇಶ, ಜಾರ್ಜಿಯನ್ ಪುರಸ್ಕಾರ ಸಮರ್ಪಣೆ, ಅನ್ನ ಸಂತರ್ಪಣೆ, ಏಲಂ, ಮೆರವಣಿಗೆ, ಹೊಸಂಗಡಿ ಶಿಲಬೆ ಗೋಪುರದವರೆಗೆ ಆಶೀರ್ವಾದ ಪ್ರಸಾದ ವಿತರಣೆ ಈ ರೀತಿಯಾಗಿರುತ್ತದೆ ಎಂಬುದನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. കൈമുത്തുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നാളെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് വരുന്നതായ സഭാംഗങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുന്നു. ನಾಳೆ ಪವಿತ್ರವಾದಂತಹ ಕುರ್ಬಾನ ಪ್ರಸಾದವನ್ನು ಸ್ವೀಕರಿಸಲು ಬರುವವರು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಉಪವಾಸದೊಂದಿಗೆ ಬರಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. നമുക്ക് ഈ പെരുന്നാളിന് സംഭാവനകൾ നൽകിയിട്ടുള്ളവരുടെ പേരുകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നാളെ ഉച്ചത്തെ ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കരിമാങ്കൽ ഈശോ ആൻഡ് ഫാമിലിയാണ്. 1.5 ലക്ഷം രൂപയോളം സംഭാവനയായിട്ട് ദേവാലയത്തിന് നൽകിയിട്ടുണ്ട്. മറ്റ് സംഭാവനകൾ ലിജു AM സണ്ണു എപി മാണി ആശാരിപ്പാലയിൽ 1 ലക്ഷം രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. അനിൽ ജോൺ 10,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. റീന മർദാളം 10,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ശ്രീ PP വർഗീസ് 7,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. പ്രിയ ജോയൽ 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ഫെലിക്സ് പിൻറ്റോ ആൻഡ് ഫാമിലി 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. വർഗീസ് തരപ്പേൽ 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. കുര്യൻ PM ചേലക്കാത്തടത്തിൽ പറക്കള 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ബ്രിജിത്ത് കൊച്ചുവീട്ടിൽ 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ഷിജി മനോജ് കാലയിൽ പുത്തൂര് 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. SC വിനയരാജ് 10,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ശ്രീ ജെയിംസ് കലക്കൽ ധർമ്മസ്ഥല 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. റിബേക്ക തോമസ് 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. അഖിൽ CV ചൊറ്റാനിയിൽ 22,000 രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. നാളെ
അപ്പവും കോഴിയും നേർച്ചയായിട്ട് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് കഴിവതും 9 മണിക്ക് മുൻപായിട്ട് ദേവാലയത്തിൽ എത്തിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയും ചെയ്യുന്നു. നാളെ ഉച്ചനമ്പാടിയിലേക്ക് വരുവാനായിട്ട് ബസ്സിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നെല്ലിയാടിയിൽ നിന്നും ധർമ്മസ്ഥലത്ത് നിന്നും ഉപ്പിനങ്ങടിയിൽ നിന്നും കടമ്പയിൽ നിന്നും പ്രത്യേകമായിട്ടുള്ളതായ ബസ് സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. രാവിലെ 6:30 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ബസ്സിൻ്റെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്യനാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ശത്രുക്കളുമായി ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് എന്ന പോലെ വറ്റിപ്പോയി.
ചെയ്യാതിരിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. എന്റെ കാലുകളെ ഒരു പാതമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവന്റെ ഹൃദയത്തിൽ പുതിയ ഒരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കർത്താവേ തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ജനത്തെ നല്ല നീ
കാണുവാനും ആസ്വദിക്കുവാനുമായിട്ടുള്ളതായ അവസരങ്ങളുണ്ട് എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രവേശിക്കുവാനായിട്ട്
ಪ್ರವೇಶಿಸುತ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಜನಗಳು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಿ ಸಾಧ್ಯವಾದಷ್ಟು ದೇವಾಲಯದ ಒಳಗೆ ನಿಲ್ಲಲು ಪ್ರತ್ಯೇಕವಾಗಿ ಶ್ರಮಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ